ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ കളർ ഓഫ് ഡെത്ത്, അധ്യായം 34. IG അപ്പാജി റാവു കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ SP യാസിർ അഹമ്മദിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ തിരക്കി, ഇനി എന്താണ് മാർഗം യാസിറെ? സോറി സർ, വാസ്തവത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യമുള്ളവരാരും കോളാറിൽ ഇപ്പോഴില്ല. തിമ്മക്കയുടെ ബന്ധുക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടാവാനും ഇടയില്ല. ആകെ താൽപ്പര്യമുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ്. അത് സത്യമാണെന്ന് അപ്പാജി റാവുവിനും തോന്നി. മഹിപാൽ യാദവ് ആരെയും അനുസരിക്കാത്ത ധിക്കാരിയാണ്, സംശയമില്ല. പക്ഷേ നിജസ്ഥിതി പരിശോധിച്ചതിൽ നീതിപൂർവമല്ലാത്ത കാര്യത്തിന് മാത്രമേ അയാൾ ധിക്കാരം കാണിക്കാറുള്ളൂ എന്ന് മനസ്സിലാകും. മാത്രമല്ല, മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ തിമ്മക്കയുടെയും രുദ്രേഷ് ഗൗഡയുടെയുമൊക്കെ മരണം താനും മനസ്സിൽ കൊതിച്ചിട്ടുള്ളതാണ്. IG ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും അവരുടെയൊക്കെ കാൽക്കീഴിലാണെന്നായിരുന്നു വിചാരം. വേലക്കാരോട് എന്ന പോലെയല്ലേ തങ്ങളോടൊക്കെ പെരുമാറിയിരുന്നത്. പണം തന്ന് സഹായിച്ചിട്ടുണ്ട് എന്നത് സത്യം. പക്ഷേ കോളാറിലെ എത്രയോ പാവങ്ങളുടെ കണ്ണീരും വിലാപവും തങ്ങൾക്ക് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നിട്ടുണ്ട്. സർ, യാസിർ അഹമ്മദിൻ്റെ ശബ്ദമാണ് അപ്പാജി റാവുവിനെ ഉണർത്തിയത്. അയാൾ ചോദ്യഭാവത്തിൽ യാസിറിനെ നോക്കി. അന്വേഷണത്തിൽ നിന്ന് എനിക്ക് പലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയൂ. ഇവിടുത്തെ സാധാരണക്കാർക്കൊക്കെ മഹിപാലിന് ജീവനാണ്. അയാൾക്ക് വേണ്ടി പ്രാണൻ കൊടുക്കാൻ പോലും തയ്യാറാകുന്നവരുണ്ട്. അഥവാ തിമ്മക്കയുടെ ബംഗ്ലാവ് തകർത്തതും മക്കളെ കൊന്നതുമൊക്കെ അയാളാണെങ്കിൽ പോലും അതിവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥനാഫലമാണ്. അപ്പാജി റാവു ഒന്ന് മൂളി. സർ, ആരും അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞില്ലെങ്കിൽ കോടതിക്ക് അയാളെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാനാവില്ല. അപ്പാജി റാവു സമ്മതിച്ചു. എങ്കിൽ പിന്നെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നമുക്ക് മഹിപാലിനെ സംരക്ഷിച്ചുകൂടെ സർ? IG ചിന്തിച്ചിരുന്നു. യാസിർ തുടർന്നു. മഹിപാലിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് എനിക്കും സാറിനും അറിയാം. ഒരു കുടുംബത്തെ മുഴുവൻ തകർത്തവരോട്, ഒരു നാട് മുഴുവൻ വെറുക്കുന്നവരോട് അയാൾ അങ്ങനെ ചെയ്തതിൽ എന്താണ് തെറ്റ്? കോടതിയിലും പോലീസിലും നീതി കിട്ടില്ലെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഇങ്ങനെ പ്രതികരിച്ചതിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല സർ. അപ്പാജി റാവു അപ്പോഴും മിണ്ടിയില്ല. ആ നേരത്ത് ഫയലൈറ്റ്സിൽ ഇമ്പദോസിൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതെടുത്തു നോക്കി. കാളിച്ചരനാണ്. ഇമ്പദോസ് ആഹ്ലാദത്തോടെ പറഞ്ഞു. അയാൾക്കരികിൽ ധനരാജും പഴനിവേലും കണ്ണഫിരാമനും ഉണ്ടായിരുന്നു. ഫോൺ സ്പീക്കർ മോഡിലിട്, പഴനിവേൽ നിർദ്ദേശിച്ചു. കണ്ണഫിരാമൻ അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നു. ഇമ്പദോസെ, കാളിച്ചരണിൻ്റെ ശബ്ദം അവർ കേട്ടു. കാളി, ഇമ്പദോസ് വിളിച്ചു. എന്തിയെ എല്ലാവരും? ഇവിടൊക്കെയുണ്ട്. അയാൾ അടുത്തുള്ള സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞു. കാളി എവിടാ? കേരളത്തിൽ. മറ്റുള്ളവരൊക്കെ? സുഖമായിരിക്കുന്നു. ഒന്ന് നിർത്തിയിട്ട് കാളി തുടർന്നു. ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. 4 പേരും കാതുകൂർപ്പിച്ചു. കലിംഗറാവുവും മകനും എൻ്റെ പിന്നാലെ വന്നിരുന്നു. അവൻ ആ കാര്യം ചുരുക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ അവസരമാ. നിങ്ങളുടെയെല്ലാം അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണല്ലോ കലിംഗറാവുവും അനുഭവിച്ചു പോന്നത്. അതെ, ഇതാണ് പറ്റിയ സമയം. നിങ്ങൾ അയാളുടെ ബംഗ്ലാവ് കൊള്ളയടിക്കണം. 4-5 ഗുണ്ടകളിൽ കൂടുതൽ അവിടെ കാണില്ല. കോളാറിലെ പെൺകുട്ടികളുടെ മാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത കലിംഗറാവുവിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു തിരിച്ചടി കൊടുക്കണം. കാളി ഫോൺ കട്ട് ചെയ്തപ്പോൾ അവർ 4 പേരും കൂടി അതേക്കുറിച്ച് ചിന്തിച്ചു. അവൻ പറഞ്ഞത് നേരാ. ആ കലിംഗറാവു ഒരുത്തൻ കാരണമാ ഖനിക്കുള്ളിൽ കുടുങ്ങിപ്പോയവരുടെ ബോഡികൾ പോലും എടുക്കാൻ പറ്റാതിരുന്നത്. പഴനിവേൽ ആവേശത്തോടെ വാദിച്ചു. ഒടുവിൽ കലിംഗറാവുവിൻ്റെ ബംഗ്ലാവ് ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു. രാത്രി യുദ്ധത്തിൽ ശത്രുക്കൾ കീഴടക്കിയ ഒരു കൊട്ടാരത്തിൻ്റെ പ്രതീതിയായിരുന്നു കലിംഗറാവുവിൻ്റെ ബംഗ്ലാവിന്. ഗേറ്റിലും പോർച്ചിലും ഓരോ ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. തകർന്നു കിടക്കുന്ന ഗേറ്റിൽ കാവൽക്കാർ ഒന്നുമില്ല. ആകെ അവിടെയുള്ളത് 4 പേരാണ്. അവർ ഒരു പ്രേതഭവനത്തിൻ്റെ മുന്നിലെന്ന പോലെ പോർച്ചിലിരുന്ന് ചീട്ട് കളിക്കുന്നു. കലിംഗറാവുവിൻ്റെ നായ്ക്കൾ പോലും അവിടെയില്ല. കാളിച്ചരണൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ തലേന്ന് ഒരാവശ്യം വന്നപ്പോൾ സഹായിക്കാത്ത ഒന്നിനെയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നായ്ക്കളെ മുഴുവൻ അയാൾ സയനൈഡ് ഇഞ്ചക്ട് ചെയ്ത് കൊന്നു. എന്നിട്ട് JCB ഉപയോഗിച്ച് കരിമ്പിൻ തോട്ടത്തിൽ വലിയൊരു കുഴിയെടുത്ത് അതിലിട്ട് മൂടി. അതെന്താ? ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒരാൾ കൈ ചൂണ്ടി. മറ്റുള്ളവരും തിരിഞ്ഞു നോക്കി. അവർ ഞെട്ടിപ്പോയി. ആട്ടിൻപറ്റങ്ങളെപ്പോലെ അകത്തേക്ക് വരുന്ന ആളുകൾ. ആരടാ അത്? അവർ ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും 100-ലധികം വരുന്ന ജനങ്ങൾ സിറ്റൗട്ട് വളഞ്ഞു. അവരുടെ മുഖത്തേക്ക് നോക്കിയ ഗുണ്ടകൾ കിടുങ്ങിപ്പോയി. ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുഖം മുഴുവൻ കരി പൂശിയിരിക്കുകയാണ് എല്ലാവരും.
അവരുടെ കൈകളിൽ മഴു, വെട്ടുകത്തി, കുറുവടി തുടങ്ങിയ ആയുധങ്ങൾ. ജീവൻ വേണമെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് പോയിക്കോണം. പഴനിവേൽ ഗർജിച്ചു. ഒരുത്തൻ പെട്ടെന്ന് സെൽഫോൺ എടുക്കുന്നത് ജനം കണ്ടു. അതിങ്ങ് താടാ. ജനം സിറ്റൗട്ടിലേക്ക് ഇരച്ചു കയറി. 4 പേരുടെയും സെൽഫോണുകൾ അവർ പിടിച്ചു വാങ്ങി തറയിലെറിഞ്ഞു. പല കഷ്ണങ്ങളായി അവ ചിതറി. തുടർന്ന് ജനം അവരെ തല്ലിയോടിച്ചു. കനത്ത താഴിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. തേക്കിലും ഈട്ടിയിലും തീർത്ത വാതിൽപ്പാളി. വെട്ടിക്കീറ്. കണ്ണഫിരാമൻ കൽപ്പിച്ചു. അവർ വാതിൽ വെട്ടിയടർത്തി. പിന്നെ അകത്തേക്ക് പാഞ്ഞു കയറി. എന്തൊക്കെ എടുക്കണമെന്ന് ഓരോരുത്തർക്കും സംശയമായി. അവസാനം അവർ ഓരോ മുറിയുടെ വാതിലും തകർത്ത് കിട്ടിയതൊക്കെ വാരിക്കൂട്ടാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ 10 മണി. പീരുമേട് പോലീസ് സ്റ്റേഷൻ. മഹിപാൽ യാദവും കാളിച്ചരണും ഒന്നിച്ചാണ് അവിടെ എത്തിയത്. തന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചതിനാൽ മഹിപാൽ യാദവിന് വളരെ പെട്ടെന്ന് SIയെ കാണാൻ അവസരം കിട്ടി. അയാൾ കാളിയെയും വിളിച്ചുകൊണ്ട് SIക്ക് മുന്നിലെത്തി. ഇരിക്കൂ. SI കസേരയിലേക്ക് കൈ ചൂണ്ടി. ഇരുവരും ഇരുന്നു. ഇത് കാളിച്ചരൺ. മുഖവുര കൂടാതെ മഹിപാൽ പറഞ്ഞു. SIയുടെ മുഖത്ത് ഒരു ഭാവമാറ്റമുണ്ടായത് മഹിപാൽ കണ്ടു. അത് ശ്രദ്ധിക്കാതെ അയാൾ തുടർന്നു. കാളിയുടെ പേരിൽ ഈ സ്റ്റേഷനിലൊരു മർഡർ കേസുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നത്. വിൻസെന്റ് അലിമാവോയുടെ മർഡറുമായി ബന്ധപ്പെട്ടതല്ലേ? SI നീരസത്തോടെ തിരക്കി. യെസ്. മഹിപാൽ തലയാട്ടി. അതിപ്പോൾ സ്വന്തം അനുജൻ തന്നെ അയാളെ കൊലപ്പെടുത്തുന്നതായി TVയിൽ കണ്ടല്ലോ. അവൻ തന്നെ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ടല്ലോ. അതെ സാർ, കാളി പറഞ്ഞു. അക്കാര്യത്തിൽ ഞാൻ തീർത്തും നിരപരാധിയാണ്. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ? SIയുടെ മുഖം മുറുകി. മർഡർ നടക്കുന്നതിന് മുൻപ് തവളപ്പാറയിൽ വെച്ച് നിങ്ങൾ അയാളെ അറ്റാക്ക് ചെയ്തില്ലേ? ജീപ്പിനെയും അയാളെയും ഒപ്പമിടിച്ച് കൊക്കയിൽ കളഞ്ഞില്ലേ? അങ്ങനെയല്ലേ അയാൾ ഹോസ്പിറ്റലിലായത്? അത് നേരാണ്. കാളിയിൽ ചെറിയ പതർച്ചയുണ്ടായി. SI തുടർന്നു. അതിൽ ഞങ്ങൾ FIR തയ്യാറാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴേക്കും മഹിപാൽ യാദവ് വീണ്ടും ഇടപെട്ടു. അതൊക്കെ സമ്മതിക്കുന്നു ഇൻസ്പെക്ടർ. നിങ്ങൾക്കിവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാം. ഞാൻ ജാമ്യത്തിലിറക്കിക്കൊള്ളാം. SI ഒന്ന് അയഞ്ഞു. ഇക്കാര്യത്തിൽ സാറിന് എന്നേക്കാൾ കൂടുതൽ നിയമവശങ്ങൾ അറിയാമല്ലോ. കേസ് മറ്റൊരു വഴിത്തിരിവിലാണ്. മർഡർ നടന്നത് തമിഴ്നാട്ടിൽ വച്ചാണ്. അവിടുത്തെ പോലീസാണ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യേണ്ടതും ബാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതും. അതെ, ഞാൻ പറഞ്ഞു വരുന്നതും അതാണ്. അന്ന് പൂർണ്ണമാകാതെ പോയ അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് റേസ് 2-3 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും നടക്കും. അതിൽ ഇവന് പങ്കെടുക്കണം. ഇവനെ ആ സമയത്ത് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റുണ്ട്. ഏത് സമയത്ത് ഇവനെ എവിടെ കൊണ്ടുവരണമെങ്കിലും അതിന് ഞാൻ ഗ്യാരണ്ടി. SIക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യാനാ? അയാൾ പുഞ്ചിരിയോടെ കാളിയെ നോക്കി. റേസ് കാണാൻ ഞാനും ഉണ്ടാവും. താങ്ക് യു സാർ. അവർ അവിടെ നിന്നിറങ്ങി. റോഡിൽ മഹിപാലിൻ്റെ ജീപ്പും വാസുകിയുടെ ബൊലീറോയും ഉണ്ടായിരുന്നു. ഇനി എന്താ പരിപാടി? ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ വാസുകി കാളിയെ നോക്കി. ഇവിടെ ഒരു തലവേദനയ്ക്കു കൂടി പരിഹാരം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ധൈര്യപൂർവ്വം റേസിൽ പങ്കെടുക്കാം, അവൻ പറഞ്ഞു. വിശ്വജാലയെ രക്ഷിക്കണം. 11 മണിക്ക് അവർ പത്തനംതിട്ടയിലെത്തി. അവിടെ ഒരു ലോഡ്ജിൽ റൂമെടുത്തു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു മുറിയിൽ അവർ ഒത്തുകൂടി. വിശ്വജാലെ, മഹിപാൽ യാദവ് വിളിക്കുന്നത് കേട്ട് എല്ലാവരും അയാൾക്ക് നേരെ തിരിഞ്ഞു. വാസുകിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്ന ചീറ്റ പോലും കാതുകൂർപ്പിച്ചു. വിശ്വജാല കാളിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. എന്താ സർ? അവൾ തിരക്കി. നിന്നെ രക്ഷിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത ജോലി. നീ ഒരു കേസിൽ കുരുങ്ങിയെന്നും അതൊരു കൊലക്കേസാണെന്നും കാളി പറഞ്ഞ് എനിക്കറിയാം. അയാൾ ഡച്ച് മാസ്റ്റേഴ്സ് ചുരുട്ടിന് തീ പിടിപ്പിച്ചുകൊണ്ട് തുടർന്നു. ചിറ്റാർ പഞ്ചായത്തിലെ ഒരു മെമ്പർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊല ചെയ്യപ്പെട്ടു. കൊലയാളി നീയാണെന്ന് എല്ലാവരും കരുതുന്നു. പക്ഷേ കൊലക്കുറ്റം സ്വയം ഏറ്റെടുത്ത് നിന്റെ അച്ഛൻ ജയിലിൽ പോയി. നീ അവിടെ നിന്ന് കോളാറിന് വന്നു. വാസ്തവത്തിൽ അന്ന് നടന്നതെന്താണ്? അതറിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയൂ. വിശ്വജാലയുടെ മുഖം പെട്ടെന്ന് വിളറി. കണ്ണുകൾ ഈർന്നണിഞ്ഞു. കരഞ്ഞിട്ട് കാര്യമില്ല വിശ്വേ, വാസുകിയും പറഞ്ഞു. നിന്നെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാ. നീ പറയുന്നതെന്തും ഞങ്ങൾക്ക് വിശ്വാസവുമാ. ഞാൻ അവളുടെ ഒച്ച ചിലുമ്പി. മെമ്പർ ശശികാന്തനെ ഞാൻ വെട്ടിയെന്നുള്ളത് നേരാ. സകലരും ഞെട്ടിപ്പോയി, കാളി ഒഴികെ. വിശ്വജാല തുടർന്നു. പക്ഷേ എൻ്റെ വെട്ടുകൊണ്ടല്ല അയാൾ മരിച്ചത്. മനസ്സിലായില്ല. മഹിപാൽ യാദവ് നെറ്റിച്ചുളിച്ചു. ഞാനെല്ലാം പറയാം സർ. അന്നത്തെ ആ രംഗം അവളുടെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങി. നീലിപ്പിലാവ് സ്കൂളിനരികിലൂടെ തൻ്റെ വീട്ടിലേക്ക് വെള്ളം നിറച്ച കുടം എളിയിലേന്തി പോവുകയായിരുന്നു വിശ്വജാല.
താഴെ ഓലിയിൽ നിന്നാണ് വേനൽക്കാലത്ത് വെള്ളം ചുമന്നുകൊണ്ടു പോവുക. കോലിഞ്ചിക്കാടിന് അടുത്തെത്തിയപ്പോൾ എതിരെ കുന്നിറങ്ങി വരുന്നു മെമ്പർ ശശികാന്തൻ. അവളെ കണ്ടപ്പോൾ അയാൾ വഷളം ചിരിയോടെ അടിമുടി നോക്കി. ഞാൻ വെള്ളം കൊണ്ടുതരണോ വിശ്വേ? വേണ്ട, അവൾ മുഖം വെട്ടിച്ചു. നിങ്ങൾ വലിയ മെമ്പറായിട്ട് ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള മനസ്സുപോലുമില്ലല്ലോ. ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? അവൾ കുടം താഴെ വെച്ചിട്ട് നിന്ന് കിതച്ചു. അവളുടെ നെഞ്ചിടം ഉയർന്നു താഴ്ന്നത് അയാൾ കൊതിയോടെ നോക്കി നിന്നു. വാഗ്ദാനങ്ങളല്ലേ തരാൻ കഴിയൂ വിശ്വേ? പിന്നെ നീ പറഞ്ഞാൽ 1 അല്ല 9 പൈപ്പ് സ്ഥാപിച്ചു തരും ഞാൻ. എന്താ പറയുമോ? വേണ്ട. അവൾ മുഖം കറുപ്പിച്ചുകൊണ്ട് ചുറ്റും നോക്കി. പരിസരത്തെങ്ങും ആരുമില്ല. അയാൾ പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന സെൽഫോൺ എടുത്തു കാട്ടി. ഇതിനൊരു തീരുമാനം പറഞ്ഞില്ല. വിശ്വജാല ഞെട്ടി. ഒരു ദിവസം അവൾ ഓലിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് അയാൾ എങ്ങനെയോ മൊബൈലിൽ പകർത്തിയിരുന്നു. ഇപ്പോൾ അത് വാട്സാപ്പിലിടുമെന്നാണ് ഭീഷണി. വിവരം വീട്ടിൽ പറഞ്ഞാലോ എന്ന് പലവട്ടം ചിന്തിച്ചതാണ്. പക്ഷേ അച്ഛന് പ്രഷർ കൂടുതലാണ്. ഇതുകൂടി കേട്ടുകഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ അറിയുമ്പോഴേ നിലവിളിക്കാൻ തുടങ്ങും. ഇനി പറയാൻ പറ്റിയ ഒരാളേയുള്ളൂ, കാളി. പക്ഷേ അവനോട് പറഞ്ഞാൽ പ്രതികരണം പെട്ടെന്നാവും. ശശികാന്തൻ പിന്നീട് 2 കാലിൽ നടന്നെന്നു വരില്ല. അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത്. ഏയ്! ശശികാന്തൻ്റെ ശബ്ദം അവളെ ചിന്തയിൽ നിന്നുണർത്തി. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഇന്ന് രാത്രിയിൽ ഞാൻ വരും. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഈ രംഗങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വൈറലാകും. എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിന്നെ കൊല്ലും. പല്ല് ഞെരിച്ചുകൊണ്ട് വിശ്വജാല വെള്ളവുമായി പോയി. അയാൾ വെറുതെ പറഞ്ഞതാണെന്നാണ് കരുതിയത്. പക്ഷേ രാത്രിയിൽ വിശ്വജാല കിടക്കുന്ന മുറിയുടെ ജനാലയ്ക്കൽ ശശികാന്തിൻ്റെ ശബ്ദം. വിശ്വേ, ഞാനാ, ഇറങ്ങിവാ. അവളുടെ ശ്വാസഗതിക്ക് വേഗതയേറി. അച്ഛനോ അമ്മയോ കേട്ടാൽ എന്തു വിചാരിക്കും? എടി പുല്ലേ, മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്. ശശികാന്തിൻ്റെ ശബ്ദം മാറി. നിങ്ങൾ പോകുന്നുണ്ടോ? ജനാല തുറന്ന് അവൾ ശബ്ദം താഴ്ത്തി തിരക്കി. ഇല്ലടി, ഇന്ന് നിന്റെ കൂടെ കിടക്കാൻ തീരുമാനിച്ചാടി എൻ്റെ വരവ്. അത് സാധിച്ചിട്ടേ ഞാൻ പോകൂ. വിശ്വജാല എഴുന്നേറ്റിരുന്നു. ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. കൂട്ടടി, ജനം വരട്ടെ. നീ എന്നെ വിളിച്ചു വരുത്തിയതാണെന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയും. അതിന് സാക്ഷിയായി ഒരുത്തിനെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശശികാന്തൻ്റെ പിന്നിൽ ഒരു നിഴൽ അനങ്ങുന്നത് അവൾ കണ്ടു. അതാരാ? ദിനേശനടി. ശശികാന്തിൻ്റെ വാലാണ് ദിനേശനെന്ന് അവൾക്കറിയാം. ശശിച്ചേട്ടാ, ഞാൻ അവസാനമായിട്ട് പറയുകയാ, നിങ്ങൾ പോകുന്നുണ്ടോ? ഇല്ല. അയാൾ ജനാലയിലൂടെ അകത്തേക്ക് കൈകടത്തി. അവൾ തെന്നിമാറി. സകല നിയന്ത്രണവും വിട്ടുപോയ അവസരമായിരുന്നു അത്. വിറകു വെട്ടാൻ ഉപയോഗിച്ചിരുന്ന മൂർച്ചയുള്ള വെട്ടുകത്തി അവിടെയുണ്ടായിരുന്നു. അവൾ അതെടുത്തു. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ ആളെ വിളിച്ചുകൂട്ടാൻ പോവുകയാ. അയാളുടെ ശബ്ദം കൂടി. കൈനീട്ടി അയാൾ അകത്ത് പരതുന്നുണ്ട്. ഇരുളിൽ അവളുടെ സ്ഥാനം അറിയുന്നില്ല. എന്നാൽ നേർത്ത നാട്ടുവെളിച്ചത്തിൽ അവൾക്ക് പുറത്തെ കാഴ്ച കാണുകയും ചെയ്യാം. ഇറങ്ങി പാടിച്ചെറ്റെ. ശശികാന്തൻ കലിതുള്ളി. ദേ, ഞാൻ ബഹളം വയ്ക്കാൻ പോവുകയാ. അയാൾ അതിന് ഭാവിച്ചതും വിശ്വജാല ഒറ്റവെട്ട്. കയ്യിൽ വെട്ടുകൊണ്ട അയാൾ അലറി. ആ ഒച്ചയിൽ നാട് കിടുങ്ങി. അധ്യായം 35. ഉന്മാദം ബാധിച്ച അവസ്ഥയിലായിരുന്നു വിശ്വജാല. ആവേശത്തോടെ വീണ്ടും അവൾ വെട്ടുകത്തി ഉയർത്തിയപ്പോഴേക്കും ശശികാന്തൻ കൈ പിൻവലിച്ചു കളഞ്ഞു. മോളെ, കാര്യം മനസ്സിലാകാതെ വീടിനുള്ളിൽ നിന്ന് വിശ്വനാഥൻ്റെയും ദാക്ഷായണിയുടെയും വിലാപമുയർന്നു. അവർ അവളുടെ മുറിയിലേക്ക് ഓടിവന്ന് അവിടുത്തെ ലൈറ്റ് തെളിച്ചു. എന്താടി ഇത്? അവളുടെ കത്തുന്ന മുഖത്തേക്കും ചോരയൊലിക്കുന്ന വെട്ടുകത്തിയിലേക്കും അവർ സൂക്ഷിച്ചു നോക്കി. ആ ക്ഷണം പുറത്ത് ഒരു അലർച്ച കൂടി കേട്ടു. അത് പക്ഷേ പകുതിയിൽ മുറിഞ്ഞു. വിശ്വജാലയുടെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിവിട്ടു വീണു. അവർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു തറയിൽ കിടന്ന് പിടയുന്ന ശശികാന്തൻ. എടി, എന്താണെന്ന് പറയാൻ ദാക്ഷായണി മകളെ പിടിച്ചുലച്ചു. അവൻ, ആ ചെകുത്താൻ. ചുരുങ്ങിയ വാക്കുകളിൽ അവൾ കാര്യം പറഞ്ഞു. അതിന് നീ അവനെ വെട്ടിക്കൊന്നോടി മുടിഞ്ഞോളെ. ദാക്ഷായണിയും കരയാൻ തുടങ്ങി. അമ്മേ, പതുക്കെ. ആളുകൾ ഓടിക്കൂടിയാൽ അപകടമാ. മുറ്റത്ത് വെച്ച് അയാളെ ആരോ ആക്രമിച്ചിട്ടുണ്ട്. അപകടം ബോധ്യമായതോടെ ദാക്ഷായണിയുടെ നിലവിളി നിന്നു. വിശ്വനാഥൻ അപ്പോഴേക്കും പുറത്തെ ലൈറ്റ് തെളിച്ചിട്ട് വാതിൽ വലിച്ചു തുറന്നു. മുറ്റത്തെ കാഴ്ച കണ്ട് തറയിലേക്ക് വീഴും പോലെ അയാൾ കട്ടിളപ്പടിയിലിരുന്നു. കഴുത്തു പെട്ടിയ പാമ്പിനെപ്പോലെ മുറ്റത്ത് കിടന്ന് വെട്ടിപ്പുളയുകയാണ് ശശികാന്തൻ. അയാളുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടതുപോലെ. ദാക്ഷായണിയും വാതിൽക്കലേക്ക് പാഞ്ഞെത്തി. പിന്നാലെ വിശ്വജാലയും. ഒന്നുകൂടി പിടഞ്ഞിട്ട് ശശികാന്തൻ്റെ ചലനം നിലച്ചു. ഈശ്വര, നമ്മളിനി എന്തു ചെയ്യും? ദാക്ഷായണി തലയിൽ കൈവച്ചുകൊണ്ട് വിശ്വനാഥൻ്റെ അരികിലിരുന്നു. വിശ്വജാല പെട്ടെന്ന് തിരിഞ്ഞ് ലൈറ്റുകൾ ഓഫാക്കി.
താഴ്വാരത്തെ വീടുകളിലുണ്ടായിരുന്നവർ അലർച്ച കേട്ട് ഉണർന്നിരുന്നു. എന്നാൽ ഏതു ദിക്കിൽ നിന്നാണ് അത് കേട്ടതെന്ന് അവർക്ക് വ്യക്തമായില്ല. റോഡിനക്കരെ കുന്നിൻ ചെരുവിൽ നിന്ന് ആരോ കൂക്കി വിളിക്കുന്നത് കേട്ടു. എവിടുന്ന നിലവിളി കേട്ടത്? അറിയില്ല. സ്കൂളിനടുത്ത് ഏതോ വീട്ടിൽ നിന്നുള്ള മറുപടി. മോളെ, നീ ആ ടോർച്ചിങ്ങെടുത്തേ, വിശ്വനാഥൻ പറഞ്ഞു. അവൾ അതെടുത്തു കൊടുത്തു. അയാൾ അതുമായി മുറ്റത്തേക്കിറങ്ങി. അകലേക്ക് വെളിച്ചം കാണാത്ത വിധത്തിൽ ശശികാന്തൻ്റെ നിശ്ചലമായ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചു. മുറ്റമാകെ പരന്നൊഴുകുന്ന ചോരയ്ക്ക് നടുവിൽ കഴുത്തിൻ്റെ പകുതി ഭാഗത്തോളം അറ്റുപോയ നിലയിൽ ശശികാന്തൻ. പൊട്ടിയ ഹോസിൽ നിന്നെന്ന വണ്ണം അപ്പോഴും ചോര പതച്ച് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് വിശ്വനാഥൻ പിന്തിരിഞ്ഞു. മോളെ, ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അച്ഛനേറ്റോളം ഈ കൊലപാതകം. അതിന് നമ്മളാരെയും കൊന്നില്ലല്ലോ അച്ഛാ, അവൾ തർക്കിച്ചു. നീ അവൻ്റെ കയ്യിലാണെങ്കിലും വെട്ടിയില്ലേ? മാത്രമല്ല, ഈ മുറ്റത്ത് കിടക്കുന്ന ശവത്തിന് നമ്മളല്ലാതെ ആര് ഉത്തരം പറയും? വിശ്വജാലയുടെ കണ്ണുകൾ പുറത്തെ ഇരുട്ടിൽ പട്ടം ചുറ്റി. ശശികാന്തൻ്റെ കൂടെ വന്ന ദിനേശനെവിടെ? പോടി, പോകാൻ. ഇത്തവണ വിശ്വനാഥൻ്റെ ശബ്ദത്തിന് കട്ടികൂടി. നിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നത് കാണാൻ കരുത്തില്ലാത്തതുകൊണ്ട് പറയുകയാ. പോ. പക്ഷേ അച്ഛാ, മിണ്ടരുത്. അയാൾ കൈ ചൂണ്ടി. പറയുന്നത് അനുസരിച്ചോണം. വിശ്വജാല ഇടംവലം വെട്ടിച്ചു. അച്ഛൻ സുഖമില്ലാത്തയാളല്ലേ? പോലീസുകാർ കൊണ്ടുപോയാൽ? അവൾക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കൊണ്ടുപോയാൽ ചിലപ്പം തല്ലിയെന്നിരിക്കും. ജയിലിലായാലും ഇവിടെ ആയാലും ഇനി എത്ര കാലത്തെ ജീവിതമുണ്ടടി എനിക്ക്? നീ അതുപോലെയല്ലല്ലോ. താഴ്വാരത്ത് നിന്ന് ഒരു കാറ്റ് വട്ടം ചുറ്റി ഉയർന്നു വന്നു. കോലിഞ്ചിക്കാട് അതിലുലഞ്ഞു. പച്ചച്ചോരയുടെ ഗന്ധം അവിടെ പരന്നു. നാശം പിടിച്ചോളെ, നിന്നോടല്ലേടി പറഞ്ഞത് പോകാൻ. വിശ്വനാഥൻ കൈയൊങ്ങി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോൾ തനിക്ക് മാത്രമായി വിളിക്കാൻ കാളിച്ചരൺ വാങ്ങിത്തന്ന സെൽഫോൺ എടുത്ത് അവൾ അവൻ്റെ നമ്പറുകളിൽ കുത്തി. പക്ഷേ സ്വിച്ച് ഓഫ്. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒന്നിച്ചു വന്നു. ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോൾ കാളിയെ കിട്ടുന്നില്ലല്ലോ. തിടുക്കത്തിൽ അവൾ ഒരു ഷോൾഡർ ബാഗിൽ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും മറ്റും എടുത്തു. ചിറ്റാറിലെ ഒരു കടയിൽ തയ്യൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അവൾ. അവിടെ നിന്ന് കിട്ടിയ ശമ്പളത്തിൽ മിച്ചം വച്ചിരുന്ന പണവും എടുത്തു. ആരുടെയും കണ്ണിൽപ്പെടാതെ റോഡിൽ ചെല്ലണം. എന്നിട്ട് ആദ്യത്തെ ബസ്സിന് പോയിക്കോണം. കുറച്ച് രൂപ കൂടി അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് വിശ്വനാഥൻ നിർദ്ദേശിച്ചു. അർദ്ധമനസ്സോടെ അച്ഛനെയും അമ്മയെയും ഒന്നുകൂടി നോക്കിയിട്ട് വിശ്വജാല അവിടെ നിന്നിറങ്ങി. ശശികാന്തൻ്റെ ശവം കിടന്നിരുന്ന ഭാഗത്തേക്ക് നോക്കാൻ പോലും അവൾ ഭയന്നു. അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ വിറയ്ക്കുകയായിരുന്നു. ആദ്യത്തെ ബസ്സിൽ ചിറ്റാറിലെത്തിയ ഞാൻ അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയി. പിന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. വിശ്വജാല ദീർഘമായി നിശ്വസിച്ചു. ഐലൻഡ് എക്സ്പ്രസ് വരുന്നതുവരെ അവിടെ കാത്തിരുന്നു. അവിടെ നിന്ന് കോളാറിന്. അവൾ പറഞ്ഞു നിർത്തി. മറ്റുള്ളവർ വിശ്വാസം വരാതെ കേട്ടിരിക്കുകയായിരുന്നു. മരവിപ്പ് ബാധിച്ചതുപോലെ. മൗനത്തിൻ്റെ നിമിഷങ്ങൾ മുറിച്ചത് SP മഹിപാൽ യാദവാണ്. പിറ്റേന്ന് തന്നെ വിശ്വജാലയുടെ അച്ഛനെ പോലീസ് പിടികൂടി. അയാൾ കുറ്റം സമ്മതിച്ചു അല്ലേ? അവൾ നിറകണ്ണുകളോടെ തലയാട്ടി. വാസുകി കാളിയെ നോക്കി. എന്തു തോന്നുന്നു? ഞാൻ പറയാം. മണിക്കുട്ടൻ ഇടയ്ക്ക് കയറി. അവനെ, ആ വാലിനെ. എന്താ അവൻ്റെ പേര്? ദിനേശൻ. പറഞ്ഞത് അപൂർവയാണ്. അതെ, അവനെ പൊക്കിയാൽ കാര്യം പിടികിട്ടും. ഞാനും അതാ വിചാരിച്ചത്, കാളിചരണം പറഞ്ഞു. അപ്പോൾ ആ ദിനേശൻ. മഹിപാൽ കനപ്പിച്ചൊന്നു മൂളി. ഇന്ന് തന്നെ നമ്മൾ അവനെ പൊക്കും. സത്യം തെളിയിക്കും. അതുവരെ മിസ്റ്റർ നാഗരാജനും സ്ത്രീകളും ഇവിടെ തന്നെ കഴിയുന്നു. എന്താ? അതും മതി, കാളി സമ്മതിച്ചു. അപ്പോൾ ഞാൻ വരണ്ടേ? വാസുകി തിരക്കി. മഹിപാൽ യാദവ് അവൾക്ക് നേരെ തിരിഞ്ഞു. സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റിയ ഓപ്പറേഷനല്ല ഇത്. എങ്കിൽ പിന്നെ എൻ്റെയോ ചീറ്റയുടെയോ സഹായം ആരും ചോദിച്ചേക്കരുത്. വാസുകി മുഖം വീർപ്പിച്ചു. മഹിപാലിന് ചിരി വന്നു. എപ്പോഴാ നമ്മൾ പോവുക? മണിക്കുട്ടൻ ഒരുങ്ങിക്കഴിഞ്ഞു. സന്ധ്യയ്ക്ക് മതി. ഈ പറഞ്ഞ ദിനേശൻ്റെ വീടറിയാമോ? മഹിപാൽ തിരക്കി. അറിയില്ല, പക്ഷെ വിശ്വ അത് പറഞ്ഞു തരും. സ്ഥലമൊക്കെ എനിക്കറിയാമല്ലോ. വിശ്വജാല എല്ലാം വ്യക്തമായി പറഞ്ഞുകൊടുത്തു. പെട്ടെന്ന് കാളിയുടെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു നോക്കി. ഇത് ഈ പത്തനംതിട്ട ജില്ലയിലെ ലാൻഡ് നമ്പറാണല്ലോ. മറ്റുള്ളവർ ജാഗരൂകരായി. നീ ഫോൺ എടുക്ക്, മഹിപാൽ നിർദ്ദേശിച്ചു. അപകടമാണെങ്കിൽ നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണും. കാളി ഫോൺ അറ്റൻഡ് ചെയ്തു. മോനെ, കാളിയാണോടാ? ഒരു സ്ത്രീ സ്വരം. അതെ, ആരാ? അവൻ്റെ മുഖം ചുളിഞ്ഞു. ഞാനാ മോനെ, ദാക്ഷായണി. അപ്പച്ചി പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ ലൗഡ് സ്പീക്കർ മോഡിലാക്കി. എന്താ അപ്പച്ചി? വിശ്വയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോടാ? കാളി മറുപടി പറയാതെ എല്ലാവരെയും നോക്കി. മഹിപാൽ ഒരു വാങ്ങിയും കാട്ടി. ഉണ്ടപ്പച്ചി, അവൾ എൻ്റെ അടുത്തുണ്ട്. ഈശ്വര, ഇപ്പോഴാ ആശ്വാസമായത്.
അവരുടെ ശബ്ദത്തിൽ അല്പം സന്തോഷം. അമ്മാവൻ ജയിലിൽ തന്നെയാണോ അപ്പച്ചി? ആയിരുന്നു. ഇന്ന് ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. ഇവിടെ വരുമ്പം അവളെക്കുറിച്ച് തിരക്കത്തില്ലേ? അതിനാ ഞാൻ വിളിച്ചത്. വിശ്വജാലയുടെ മനസ്സിൽ തിരമാലകൾ പോലെ പലവിധ വികാരങ്ങളുടെ വേലിയേറ്റമായിരുന്നു. മോനെ, അവൾ അടുത്തുണ്ടെങ്കിൽ ഫോൺ ഒന്ന് കൊടുക്കാമോ? ക്ഷീണിച്ച സ്വരത്തിൽ ദാക്ഷായണി ചോദിച്ചു. അവൻ ഫോൺ വിശ്വജാലയ്ക്ക് കൈമാറിയിട്ട് ശബ്ദം താഴ്ത്തി. നമ്മൾ ബാംഗ്ലൂരിലാണെന്നേ പറയാവൂ. അവൾ മൂളി. പിന്നെ ഒരു തേങ്ങലോടെ വിളിച്ചു. അമ്മേ. മോളെ. മഴ ഇരച്ചു വരുന്നത് പോലൊരു സ്വരം. ഒറ്റക്കരച്ചിലായിരുന്നു ദാക്ഷായണി. അല്പനേരത്തേക്ക് അതുമാത്രം. വിശ്വജാലയും കരഞ്ഞു. അമ്മ വിഷമിക്കരുത്. അധികം വൈകാതെ ഞാനങ്ങ് വരും. അയ്യോ വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട. ആ ശശികാന്തിൻ്റെ അനിയന്മാർ നിന്നെ കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. പോക്കിരികളവന്മാര്. ഇന്ന് നിന്റെ അച്ഛൻ വന്നാൽ എന്തൊക്കെ നടക്കുമെന്ന് ആരറിഞ്ഞു? ഇല്ലമ്മേ. വിശ്വജാലയുടെ ശബ്ദം ചിലമ്പി. സാരിത്തുമ്പുയർത്തി അവൾ കണ്ണുകളൊപ്പി. അച്ഛന് ഒന്നും സംഭവിക്കില്ല. അമ്മയും മകളും തമ്മിൽ 5 മിനിറ്റോളം സംസാരിച്ചു. അതിനുശേഷം വിശ്വജാല തിരക്കി. അമ്മ എവിടെന്നാ വിളിക്കുന്നത്? ചിറ്റാറിലെ ഒരു ബൂത്തിന്നാ. നിന്റെ അച്ഛന് കൊടുക്കാൻ ഇത്തിരി വല്ലതും വാങ്ങിക്കാൻ വന്നതാ ഇവിടെ. അല്പനേരം കൂടി സംസാരിച്ചിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ പോക്ക് അല്പം കൂടി നേരത്തെ ആക്കിയാലോ? വെള്ളയൻ മഹിപാൽ യാദവിനെ നോക്കി. അങ്ങനെയാകാം. പക്ഷേ സന്ധ്യ കഴിഞ്ഞേ അവിടെ എത്താവൂ. അവർ വിശ്വയുടെ അച്ഛനെ ഉപദ്രവിച്ചേക്കും. വാസുകി മുന്നറിയിപ്പ് നൽകി. അങ്ങനെയുണ്ടാവും. അതുകൊണ്ടാ ഞങ്ങൾ നേരത്തെ പോകുന്നത്, മഹിപാൽ പറഞ്ഞു. തുടർന്ന് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച തുടങ്ങി. വിശ്വനാഥൻ നീലിപ്പിലാവ് LP സ്കൂളിന് മുന്നിൽ ബസ്സിറങ്ങുമ്പോൾ 5 മണി. തൊട്ടടുത്ത വീട്ടുകാരാണ് അയാളെ ആദ്യം കണ്ടത്. വിശ്വനാഥൻ വന്നു പറഞ്ഞുകൊണ്ട് ആ വീട്ടിലെ കോമളൻ മേസ്തിരി വേഗം മുറ്റത്തേക്കിറങ്ങി. അയാളുടെ ശബ്ദം ഉച്ചത്തിലായതിനാൽ അടുത്ത വീടുകളിലുള്ളവരും പുറത്തിറങ്ങി. ഒരു അപൂർവ ജീവിയെ കാണുന്ന മുഖഭാവമായിരുന്നു അവർക്ക്. വിശ്വനാഥന് ജയിലിൽ കഴിഞ്ഞതിൻ്റെ ക്ഷീണമുണ്ടോ, അടികിട്ടിയ പാടുകളുണ്ടോ എന്നൊക്കെയാണ് അവർ ആദ്യം ശ്രദ്ധിച്ചത്. ഒരു നിമിഷം കൊണ്ട് 10-15 പേരുടെ ഒരു വലയം അയാൾക്ക് ചുറ്റും രൂപം കൊണ്ടു. ജാമ്യം കിട്ടി അല്ലേ? ഇനി എന്നാണ് കേസ്? ജയിൽവാസം എങ്ങനെ? ഒരുപാട് ചോദ്യങ്ങൾ അവരിൽ നിന്നുണ്ടായി. വിശ്വനാഥൻ ഒന്നിനും മറുപടി പറഞ്ഞില്ല. കോലിഞ്ചിക്കാടിന് അരികിലൂടെ അയാൾ കുന്നു കയറുമ്പോൾ ജനങ്ങളിൽ കുറച്ചു പേരും പിന്നാലെ ചെന്നു. ആരുടെയും കൂട്ടുവേണ്ട, എൻ്റെ വീട്ടിൽ പോകാൻ എനിക്കറിയാം. വിശ്വനാഥൻ തിരിഞ്ഞു നിന്നു നീരസത്തോടെ. ഇവിടെ നിന്ന് പോയതിനേക്കാൾ അയാളുടെ ഭാവം മാറിയിട്ടുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്കിലും കോമളൻ ഓർമ്മിപ്പിച്ചു. ഒന്ന് സൂക്ഷിച്ചോളനെ വിശ്വനാഥ. ആ പിള്ളേര്, ശശിയുടെ അനിയന്മാര്, അവർ രണ്ടും കൽപ്പിച്ചു തന്നെ കാത്തിരിക്കുക. വിശ്വനാഥൻ്റെ മുഖത്തിന് നിറം മങ്ങിയ ഒരു ചിരി വന്നു. സാരമില്ല കോമള, അവർക്ക് എന്നെ കൊല്ലണമെങ്കിൽ അങ്ങ് കൊന്നോട്ടെ. അതോടെ അവരുടെ പക തീരുമല്ലോ. അയാൾ തിരിഞ്ഞ് കുന്നുകയറി. മുറ്റത്തെത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. താഴെ അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആളുകൾ. മുറ്റത്തെത്തിയപ്പോഴേക്കും കിതപ്പിൽ വിശ്വനാഥൻ കിതച്ചു. അകത്തുനിന്ന് ദാക്ഷായണി ഓടി വന്നു. വിശ്വൻ ചേട്ടാ. അവർ അയാളെ കെട്ടിപ്പിടിച്ച് പച്ചമുള വെട്ടിച്ചിന്തും പോലെ ഒരു കരച്ചിൽ. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അയാൾ അവരെ തഴുകി. എന്തിനാടി കരയുന്നത്? ദാക്ഷായണിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ തിണ്ണയിലിരുന്നു. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചുപോയി. ദാക്ഷായണിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. ജയിലിൽ ആഹാരമൊക്കെ കിട്ടുമായിരുന്നോ? പിന്നില്ലേ. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇവിടത്തെ പോലെയല്ല. കൃത്യസമയത്താ ഭക്ഷണം. നീ കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്. ഭയങ്കര ദാഹം. ദാക്ഷായണി കഴിയുന്നത്ര വേഗത്തിൽ അകത്തേക്ക് പോയി വെള്ളവുമായി വന്നു. അയാൾ ആർത്തിയോടെ അത് കുടിക്കുന്നത് സങ്കടത്തോടെ നോക്കിയിരുന്നു. രാത്രി 7:30. വിശ്വനാഥന് ചോറ് വിളമ്പി വെച്ചു ദാക്ഷായണി. ചിറ്റാറിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. വാ, വന്നു കഴിക്ക്. തിണ്ണയിൽ ഇരുളിലേക്ക് തുറച്ചു നോക്കിയിരുന്ന വിശ്വനാഥൻ തലതിരിച്ചു. നീ പറഞ്ഞത് സത്യം തന്നെയാണോടി? മോളോട് നീ ഫോണിൽ സംസാരിച്ചെന്ന്? അതെന്നെ. അവൾ ഏതായാലും അവൻ്റെ കൂടെയുണ്ടല്ലോ. ആശ്വാസമായി. വിശ്വനാഥൻ്റെ ശബ്ദം പതറി. ഡ്രൈവിംഗ് മത്സരമെന്നും പറഞ്ഞ് കള്ളു കുടിച്ച് നടന്നിരുന്ന അവന് മോളെ കൊടുക്കില്ലെന്ന് എത്ര വാശി പിടിച്ചതാ ഞാൻ, അല്ലേടി? അക്കാര്യം പറഞ്ഞ് അവനെ ചീത്ത വിളിച്ചിട്ടുമുണ്ട്. അയാൾ ദീർഘമായി നിശ്വസിച്ചു. മുറ്റത്തെ തെങ്ങിന് മുകളിലിരുന്ന ഒരു മൂങ്ങ നീട്ടിമൂളി. അവസാനം അവളെ നോക്കാൻ അവൻ തന്നെ വേണ്ടിവന്നു. അതൊക്കെ ഇനി എന്തിനാ ചിന്തിക്കുന്നത്? വന്ന് ചോറ് കഴിച്ചേച്ച് സ്വസ്ഥമായിട്ടൊന്നുറങ്ങ. ദാക്ഷായണി അയാളുടെ കൈക്ക് പിടിച്ചു. വിശ്വനാഥൻ എഴുന്നേറ്റ് കൈ കഴുകി തറയിൽ വിരിച്ചിരുന്ന തഴപ്പായയിലിരുന്നു. ഇങ്ങോട്ടിരുന്ന് നീയും കഴിക്കടി. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. വാടി. അയാൾ തന്നെ അവരെ പിടിച്ച് അടുത്തിരുത്തി. മീൻചാറ് ഒഴിച്ചിളക്കിയ ഒരു ഉരുള ചോറ് അയാൾ ദാക്ഷായണിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു.
ഇതെന്താ ഇപ്പോഴ് ഇങ്ങനെയൊരു പൂതി? അവർ അത്ഭുതപ്പെട്ടു. ഇനി എത്ര കാലം കാണുമടി നമുക്കൊക്കെ? ആത്മനിന്ദ കലർന്ന ഒരു ഭാവം വിശ്വനാഥൻ്റെ മുഖത്തുണ്ടായി. നീ ഒരുരുള ചോറുരുട്ടി എനിക്കും താടി. അത് കേട്ടപ്പോൾ അവ്യക്തമായ ഒരു ഭീതി ദാക്ഷായണിയെ വലയം ചെയ്തു. പതിവില്ലാത്ത രീതികളാണല്ലോ. എങ്കിലും അവർ ചോറുരുട്ടി ഭർത്താവിന് കൊടുത്തു. അല്ല, രണ്ടുപേരും പരസ്പരം ചോറുരുട്ടി തീറ്റുകയാണല്ലോ. പൊടുന്നനെ വാതിൽക്കൽ നിന്നൊരു ഗർജനം. തീക്കൊള്ളി കൊണ്ട് കുത്തേറ്റതുപോലെ ഇരുവരും ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ ഏതാനും പേർ. മുന്നിൽ നിൽക്കുന്നത് ശശികാന്തൻ്റെ അനുജന്മാർ സുധീഷും രവിയും. അവർക്ക് പിന്നിൽ ദിനേശനും വേറെ ചിലരും. വിശ്വനാഥനോ ദാക്ഷായണിക്കോ മിണ്ടാനായില്ല. പെട്ടെന്ന് ചോറ് നെറുകിയിൽ കയറിയതുപോലെ വിശ്വനാഥൻ കുത്തിക്കുത്തി ചുമച്ചു. നിന്റെ ഒടുക്കത്തെ അത്താഴമായിരുന്നടാ ഇത്. അലറിക്കൊണ്ട് സുധീഷും രവിയും അകത്തേക്ക് പാഞ്ഞു ചെന്നു. അവരുടെ മുന്നിലിരുന്ന പാത്രങ്ങൾ തൊഴിച്ചെറിഞ്ഞു. സ്റ്റീൽ പാത്രം ഭയങ്കര ശബ്ദത്തോടെ ഭിത്തിയിൽ ചെന്നിടിച്ച് തറയിൽ വീണു വിറകൊണ്ടു. മുറി മുഴുവൻ ചോറ് ചിതറി. രക്ഷിക്കണേ! പെട്ടെന്ന് ദാക്ഷായണി അലറിക്കരഞ്ഞു. ആര് രക്ഷിക്കാനാടി പുല്ലേ? രവി അവരുടെ നെഞ്ചത്ത് ഒറ്റച്ചവിട്ട്. അയ്യോ! ദാക്ഷായണി മലർന്നു വീണു. കുഞ്ഞുങ്ങളെ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്! വിശ്വനാഥൻ കേണു. അവർ അത് ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ ചേട്ടനെ താൻ വെട്ടിക്കൊന്ന അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാടാ നിന്റെ മരണം. അതുപോലെ നിന്റെ കഴുത്ത് വെട്ടിമുറിച്ച്. സുധീഷ് വിശ്വനാഥന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിഴച്ചു. വാതിൽക്കൽ നിന്നിരുന്നവർ മാറിക്കൊടുത്തു. സുധീഷ് അയാളെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ശശികാന്തന്റെ ശവം കിടന്ന അതേ സ്ഥാനത്തേക്ക്. പിന്നെ അവനും രവിയും അവിടേക്ക് ചെന്നു. ദിനേശ! സുധീഷ് വിളിച്ചു. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ ദിനേശൻ ഒരു വെട്ടുകത്തി നീട്ടി. ക്രൂരമായ ഒരു ചിരിയോടെ സുധീഷ് അത് വാങ്ങി. അധ്യായം 36. കൊല്ലല്ലേ കുഞ്ഞുങ്ങളെ അദ്ദേഹത്തെ. വീടിനുള്ളിൽ നിന്ന് ദാക്ഷായണി വേച്ചു വേച്ച് വാതിൽക്കലേക്ക് വന്നു. തള്ളേ, മിണ്ടിപ്പോകരുത്! ദിനേശൻ കൈ ചൂണ്ടി. മകളെ അഴിഞ്ഞാടാൻ വിടുമ്പോൾ ഓർക്കണമായിരുന്നു. മോനെ ദിനേശ! ദാക്ഷായണി വിലപിച്ചു. അന്ന് നീയുമില്ലായിരുന്നോടാ ശശിയുടെ കൂടെ? എന്താ ഇവിടെ നടന്നതെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കടാ. ദേഷ്യത്തോടെ ദിനേശൻ വരാന്തയിലേക്ക് പാഞ്ഞു കയറി. ആരുടെ കൂടെ ഉണ്ടായിരുന്നെന്ന്? ദേ തള്ളേ, തോന്നിയാസം പറയരുത്. മകളെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയതും പോരാഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നോ? അവൻ ദാക്ഷായണിയെ പിടിച്ചു തള്ളി. അലറിക്കരഞ്ഞുകൊണ്ട് അവർ പിന്നെയും മുറിയിൽ വീണു. അവിടുത്തെ ബഹളങ്ങൾ കേട്ട് താഴ്വാരത്തെ വീടുകളിൽ നിന്ന് ചിലരൊക്കെ ഓടി വന്നു തുടങ്ങി. സുധീഷ് മുരണ്ടുകൊണ്ട് അവരെ നോക്കി. ഞങ്ങളുടെ ചേട്ടനെ ഇവിടെ ഇട്ട് വെട്ടിക്കൊന്നപ്പോൾ ഓടിവരാത്ത ഒരു പട്ടിയും ഇപ്പോഴും ഒന്നിലും ഇടപെട്ടേക്കരുത്. രവിയും പറഞ്ഞു. ശശിയേട്ടനെ കൊല്ലുന്നത് കണ്ടവരായി ആരുമില്ലായിരുന്നു. അതുപോലെ നാളെ പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാക്ഷി പറയാനും ആരും കണ്ടേക്കരുത്. ഏതെവനെങ്കിലും അതിന് തുനിഞ്ഞാൽ അവൻ്റെയൊക്കെ വീട്ടിലും കയറി ഞങ്ങൾ വെട്ടും. 3.5 തരം. നിന്റെയൊക്കെ ഭാര്യയും മക്കളെയും പിടിച്ചോണ്ടുപോയി വിറ്റ് ഞങ്ങൾ കാശും മേടിക്കും. കേട്ടോടെ പന്ന! പിന്നെ അവൻ്റെ നാവിൽ നിന്ന് വന്നത് പുളിച്ച തെറിയാണ്. ഓടിയെത്തിയവർ പിന്നിൽ നിന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിശ്ചലരായി. മറുപടി പറയാൻ പോലും അവർ ഭയന്നു. കാരണം മലയോര മേഖലയിലെ കഞ്ചാവിൻ്റെയും കള്ളവാറ്റിൻ്റെയും മൊത്തം ഡീലർമാരാണ് ഈ അക്രമി സംഘം. പോലീസൊന്നും ഇവരെ തൊടത്തില്ല. കഴിഞ്ഞയാഴ്ച ഒരു കാട്ടുപന്നിയെ ഇവന്മാർ തോട്ട വെച്ച് കൊന്നിട്ട് ഫോറസ്റ്റുകാരോ പോലീസോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പന്നിയിറച്ചിയുടെ നല്ലൊരു ഭാഗം അവരുടെ വീടുകളിലും എത്തിയിട്ടുണ്ടാവാം. കൊല ചെയ്യപ്പെട്ട് ശശികാന്തൻ വാർഡ് മെമ്പർ ആയിരുന്നെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു തൊഴിൽ. രവി സുധീഷിന് നേരെ തിരിഞ്ഞു. വച്ച് താമസിപ്പിക്കേണ്ട ചേട്ടാ, വെട്ടിക്കൊല്ല് മുതുക്കൻ പട്ടിയെ! ആട്ടിൻകുട്ടിയുടെ കഴുത്തിൽ പിടിച്ചുയർത്തുന്നതുപോലെ സുധീഷ് വിശ്വനാഥനെ പിന്നെയും ഉയർത്തി. വെട്ടുകത്തി ഓങ്ങിക്കൊണ്ട് അവൻ അലറി. ഇപ്പോൾ നീ, പിന്നെ നിന്റെ മകളുണ്ടല്ലോ, ആ ഭൂലോക തേവിടിച്ചി, അവളെ വെട്ടിയെരിഞ്ഞ് ഞങ്ങൾ ചാരായം മാറ്റും. അവൻ അണപ്പല്ലുകൾ കടിച്ചമർത്തി. താഴെ നിന്ന് പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരുന്നു. സുധീഷേ, ഒരു കൊലപാതകത്തിന് പകരം മറ്റൊന്നാണവിടെ മറുപടി. കോടതി ശിക്ഷിച്ചോളും ഇവനെ, കോമളൻ വിളിച്ചു പറഞ്ഞു. പുല്ല്! കോടതി ശിക്ഷയുമൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. അത് തൻ്റെ വീട്ടിൽ ആരെയെങ്കിലും കൊല്ലുമ്പോൾ. പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടുകാര്യമാ, സുധീഷ് ഗർജിച്ചു. അതോടെ കോമളൻ്റെ നാവടഞ്ഞു. അപ്പോൾ പന്ന നാറി വിശ്വനാഥ, ഞങ്ങളുടെ ചേട്ടൻ്റെ ചോരയ്ക്ക് പകരം നിന്റെ ചോര ഈ മണ്ണിൽ തന്നെ വീഴ്ത്തുകയാ ഞങ്ങൾ. ചേട്ടൻ്റെ ചോര വീണ അതേ സ്ഥാനത്ത്. അവൻ വെട്ടാനാഞ്ഞതും വെള്ളിടി പോലെ ഇരുളിൽ നിന്നൊരു ചോദ്യം. നായിൻ്റെ മോനെ, ആരാടാ നിന്റെ ചേട്ടൻ്റെ ചോര വീഴ്ത്തിയത്? ഞെട്ടിപ്പോയി സുധീഷ്. അവൻ രവിയെ നോക്കി. ഏതവനാടാ അത്? രവി ഒച്ച ഉയർത്തി. പണ്ട് ഗവിയിലെ ഡാമിൽ തോട്ടയിടാൻ പോയപ്പോൾ അത് പൊട്ടി 2 കൈയും പോയില്ലേ ഒരുത്തൻ്റെ? നിന്റെ തന്തയുടെ. ആ തന്തയാടാ ഞാൻ, പറഞ്ഞുകൊണ്ട് ഒരാൾ വെളിച്ചത്തിലേക്ക് വന്നു. കാളി! സുധീഷിൻ്റെ ശബ്ദം വിറച്ചു.
കാളിക്ക് പിന്നാലെ മഹിപാൽ യാദവും മണിക്കുട്ടനും വെള്ളയനും കൂടി മുന്നോട്ട് വന്നു. ഷോ കാണിക്കാതെ വെട്ടുകത്തി താഴെയിടടാ. പറഞ്ഞത് മഹിപാലാണ്. ഇത് പറയാൻ താനാരാ? രവി ചീറി. പോലീസ്. പറഞ്ഞതും അയാൾ കൈവീശി ഒന്ന് പൊട്ടിച്ചു. രവിയുടെ കവിളിൽ അടിയേറ്റതിൻ്റെ ശബ്ദം താഴ്വാരത്തു വരെ എത്തി. രവി വട്ടം കറങ്ങി തറയിൽ വീണു. ഐഡന്റിറ്റി കാർഡ് കാണിക്കാതെ തന്നെ നിനക്കൊക്കെ മനസ്സിലായല്ലോ ഞാൻ പോലീസാണെന്ന്. മഹിപാൽ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ആരും മിണ്ടിയില്ല. മോനെ കാളി. പ്രാണന്റെ അവസാനത്തെ പിടച്ചിൽ പോലെ വിശ്വനാഥന്റെ ചെലമ്പിച്ച ശബ്ദം. സുധീഷ് പെട്ടെന്ന് വെട്ടുകത്തി വീശി വിശ്വനാഥന്റെ കഴുത്ത് ലക്ഷ്യം വെച്ച്. പക്ഷേ ബലിഷ്ടമായ ഒരു കരം പിന്നിൽ നിന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. സുധീഷ് കുതിറിക്കൊണ്ട് തോളിന് പുറത്തുകൂടി തല തിരിച്ചു. കാളി ചരൺ വിടടാ. സുധീഷ് കുതിറി. കാളി വിട്ടില്ല. അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം മൂന്നിക്കൊണ്ട് വെട്ടുകത്തി ബലമായി പിടിച്ചു വാങ്ങി. അത് മണിക്കുട്ടന്റെ കയ്യിൽ കൊടുത്ത ശേഷം വിശ്വനാഥനെ അവൻ മോചിപ്പിച്ചു. മണിക്കുട്ടൻ പെട്ടെന്ന് സുധീഷിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അയ്യോ, ഇത് നമ്മുടെ സുധീഷല്ലേ, ശശികാന്തന്റെ അനുജൻ? അവൻ അത്ഭുതം ഭാവിച്ചു. അതെ. സുധീഷ് നാവനക്കി. അടുത്ത സെക്കൻഡിൽ മണിക്കുട്ടൻ അവന്റെ കവിളടക്കം ഒറ്റയടി. മറ്റുള്ളവർ അമ്പരന്നു. എടാ കണാപ്പ, നിന്റെ ചേട്ടന്റെ നല്ല നടപ്പ് കാരണമാവും ആരെങ്കിലും കഴുത്ത് കണ്ടിച്ചത്. മര്യാദയ്ക്ക് ഭാര്യയും കെട്ടിപ്പിടിച്ച് അവൻ വീട്ടിൽ കിടന്നിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നോടാ? മണിക്കുട്ടൻ ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ ഒരുത്തന്റെ ചോരയ്ക്ക് പകരം ചോദിച്ചു വരാൻ ഇത് തമിഴ് സിനിമയൊന്നുമല്ലല്ലോ, ആണോടാ? സുധീഷ് രോഷം കടിച്ചു പിടിച്ചു. അതിനിടയിൽ മണിക്കുട്ടൻ തുടർന്നു. നീ ആണായിരുന്നെങ്കിൽ, നിന്റെയും ചത്തവന്റെയും അപ്പൻ ഒന്നായിരുന്നെങ്കിൽ ചെയ്യേണ്ടത് വേറെയായിരുന്നടാ. നിന്റെ ചേട്ടനെ കൊന്നത് ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു. അതിനു പകരം അവൻ കാളിക്ക് നേരെ തിരിഞ്ഞു. നീ വിട്ടേടാ. കാളിച്ചരൺ സുധീഷിന്റെ കയ്യിലെ പിടിവിട്ടു. മണിക്കുട്ടൻ അവന്റെ താടിക്കൊന്നു തോണ്ടി. രക്തം തിളച്ചു നിൽക്കുകയാണെങ്കിൽ നീ എന്നെ തല്ലടാ, അല്ലാതെ വെറുതെ ഈ പാവങ്ങളെ. സുധീഷിന്റെ തല കുനിഞ്ഞു. മഹിപാൽ പോലീസാണെന്നറിഞ്ഞതും സുധീഷിന്റെയും രവിയുടെയും കൂടെ വന്നവർ സൂത്രത്തിൽ പിന്നോട്ടു മാറി. ദിനേശൻ പോകാൻ ഭാവിക്കുന്നത് കണ്ട് കാളി പെട്ടെന്ന് തടഞ്ഞു. നീ പോകാൻ വരട്ടെ. അവനൊന്ന് കിടുങ്ങി. എന്താ? ചുമ്മാ. ആ സംഭവ ദിവസം നീ ശശികാന്തന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എല്ലാത്തിൻ്റെയും ദൃക്സാക്ഷി നീ മാത്രമാ. അതുകൊണ്ട് നിന്റെ നാവിൽ നിന്ന് തന്നെ ഇവരെല്ലാം കേൾക്കണം അന്ന് നടന്നത് എന്താണെന്ന്. എനിക്കറിയില്ല. ഞാൻ ആരുടെയും കൂടെ ഇവിടെ വന്നിട്ടില്ല. ദേ, നീ ഡീസൻ്റാണെങ്കിൽ ഈ ചേട്ടനും അതിനേക്കാൾ ഡീസൻ്റാകും. അല്ലാതെ തൊട്ടിത്തരം കാണിക്കാൻ ശ്രമിച്ചാൽ അതിലും വലിയ തൊട്ടിയാ ഞാൻ. കാളി അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഒന്ന് കുലുക്കി. നീ സ്വയം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. അവൻ തിരിഞ്ഞ് സുധീഷിനെയും രവിയെയും നോക്കി. നിങ്ങൾ കേട്ടോണം, ഇവൻ പറയും, അതിനുശേഷമേ പോകാവൂ. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞാൻ അറിയാത്ത കാര്യം എന്നെക്കൊണ്ട് പറയിപ്പിക്കാമെന്നും കുറ്റം എൻ്റെ മേൽ ചുമത്താമെന്നും വിചാരിക്കണ്ട. ദിനേശൻ കുതിരിക്കൊണ്ട് തുടർന്നു. സുധീഷേ, രവി, അമ്മാച്ചനെയും മുറപ്പെണ്ണിനെയും രക്ഷിക്കാനുള്ള ഇവൻ്റെ അടവായത്. വിശ്വസിക്കരുത്. നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. കാളിച്ചരൺ. സുധീഷിന്റെ ശബ്ദം മുറുകി. ദിനേശനെ ഞങ്ങൾക്കറിയാം. അവനൊരിക്കലും ഞങ്ങളുടെ ചേട്ടനെ ആരെങ്കിലും കൊല്ലുന്നത് കണ്ടു നിൽക്കില്ല. പിന്നെ ഞങ്ങളെ നിനക്ക് ശരിക്കറിയില്ല. അതുകൊണ്ട് അവനെ വിടുന്നതാ നല്ലത്. മിണ്ടാതെ നിന്നോണം നീയൊക്കെ. മഹിപാൽ യാദവും വെള്ളയനും മണിക്കുട്ടനും അവർക്കരികിലേക്ക് നീങ്ങി. അതോടെ സുധീഷ് നിശബ്ദനായി. ദിനേശ. കാളി അവൻ്റെ മുഖത്ത് ഒന്ന് തടവി. എന്നെക്കൊണ്ട് തല്ലിക്കരുത്. കാരണം തുടങ്ങിയാൽ പിന്നെ നിർത്തണമെങ്കിൽ ഞാൻ സ്വയം തീരുമാനിക്കേണ്ടി വരും. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേട പുല്ലേ. ദിനേശൻ പല്ലുകടിച്ചു. അടുത്ത നിമിഷം അവൻ്റെ കവിളടക്കം ഒന്ന് കിട്ടി. മുഖം കോടിപ്പോയതുപോലെ തോന്നി ദിനേശന്. കാളി അവൻ്റെ ഷർട്ടിലെ പിടിവിടാതെ തന്നെ മുകളിലേക്ക് ഒന്നുകൂടി പൊക്കി. പിന്നെ കൈ ചുരുട്ടി നെഞ്ചിനു മധ്യത്തിൽ ഒരിടികൂടി. ശ്വാസം വിലങ്ങിയതുപോലെ അവൻ വായ് പിളർന്നു. ആ വഴി ഒരു കവിൾ കൊഴുത്ത ചോര പുറത്തുപോയി. കണ്ടു നിന്നവർ പോലും ഭയന്നുപോയി. കാളി ദിനേശനെ തിണ്ണയ്ക്കരിയിലേക്ക് വലിച്ചിഴച്ചു. പിന്നെ അവൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചിട്ട് കാലിൽ തട്ടി തിണ്ണയിലേക്ക് വീഴ്ത്തി. പകുതി തിണ്ണയിലും ബാക്കി മുറ്റത്തുമായി ദിനേശൻ കമിഴ്ന്നു കിടന്നു. കാളി അവൻ്റെ പുറത്ത് കാലമർത്തി. അവൻ്റെ വായിൽ നിന്ന് തിണ്ണയിലേക്ക് ചോര പടർന്നു. ഇനി നിനക്ക് പറയാമോട സത്യം? എനിക്കറിയത്തില്ല. കഠിനമായ വേദനയ്ക്കിടയിലും ദിനേശൻ ആവർത്തിച്ചു. നീ പറയും ദിനേശ. കാളി അവൻ്റെ ഒരു വിരലിൽ പിടിച്ച് ഒറ്റമടക്ക്. വിരൽ ഒടിയുന്ന ശബ്ദം മറ്റുള്ളവർ കേട്ടു. കരിമ്പിൻ തണ്ട് ഒടിയുന്നതുപോലെ. ഞാൻ പറയാം. ഇരുട്ടിൽ ദിനേശൻ്റെ അലർച്ച കോലിഞ്ചിക്കാടുകളെ വിറപ്പിച്ചു. എങ്കിൽ പറ. പറയാം. എന്നെയൊന്ന് വിടാമോ? ദിനേശൻ്റെ മുണ്ട് നനഞ്ഞൊഴുകുന്നത് മറ്റുള്ളവർ കണ്ടു. മണിക്കുട്ടൻ പരിഹസിച്ചു.
നല്ല ഭാഷയിൽ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുമായിരുന്നോടാ? ഞാനാ ശശിയേട്ടനെ കൊന്നത്. അപ്രതീക്ഷിതമായി ദിനേശന്റെ നാവിൽ നിന്ന് വീണ ശബ്ദം സുധീഷിനെയും രവിയെയും വിറപ്പിച്ചു. എടാ! അവർ മുന്നോട്ട് കുതിക്കാനാഞ്ഞപ്പോൾ മഹിപാലും മറ്റും തടഞ്ഞു. അനങ്ങരുത്, മിണ്ടാതെ കേട്ടോണ്ട് നിന്നോണം. സത്യം തിരക്കാനുള്ള മനസ്സ് ഇത്രയും കാലം നിനക്കൊന്നുമില്ലായിരുന്നല്ലോ. അവർ രോഷം കടിച്ചു പിടിച്ചു നിന്നു. ചുമ്മാ കുറ്റം മേൽക്കാതെ വിസ്തരിച്ചു പറയടാ. കാളി അടുത്ത വിരലിൽ പിടിച്ചു. എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ ഭാര്യയെ നശിപ്പിക്കാൻ നോക്കിയ അവനെ കൊല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? ദിനേശൻ വേദന കൊണ്ടു പൊളഞ്ഞു. ജനം പരസ്പരം നോക്കി. മനസ്സിലായില്ല. കാളി പറഞ്ഞു. ഞാനില്ലാത്ത നേരം നോക്കി അവൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യയെ കയറിപ്പിടിച്ചു. അന്നേ ഞാൻ തീരുമാനിച്ചതായിരുന്നു അവൻ്റെ മരണം. പറ്റിയ ഒരവസരം തേടി ഞാൻ അവൻ്റെ കൂടെ നടന്നു. ഇവിടെ അവൻ വിഷുജാലയെ കൊടുക്കാൻ വന്നപ്പോൾ അവൾ അവൻ്റെ കൈക്ക് വെട്ടിയപ്പോൾ പിന്നെയൊന്നും ചിന്തിച്ചില്ല. ഞാൻ വെട്ടി. അവൻ്റെ കഴുത്തിന് തന്നെ. കുറ്റം വിഷുജാലയിൽ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദിനേശൻ ശക്തമായി കിതച്ചു. എടാ പട്ടി! കാളി അവൻ്റെ രണ്ടാമത്തെ വിരൽ കൂടി പിടിച്ചൊടിച്ചു. ദിനേശന്റെ ശരീരം വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. സുധീഷിനും രവിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കാലം ഒരു നിഴൽ കണക്കെ കൂടെ നടന്നവൻ. കാളി, ഞങ്ങൾക്ക് വേണം ഇവനെ കൊത്തിനുറുക്കാൻ. രവി ആവേശം പൂണ്ടു. ഇല്ല, തരില്ല. ഇവൻ ചത്താൽ ഈ കേസിൽ നിന്ന് വിഷുജാലയ്ക്കും വിശ്വനാഥൻ അങ്കിളിനും രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് ഇവനെ ഞാൻ പോലീസിലേൽപ്പിക്കും. ഇവൻ ജാമ്യത്തിലിറങ്ങുമ്പോൾ അവസരങ്ങൾ ഒരുപാട് കിട്ടും നിങ്ങൾക്ക്. അതുപോരാ, ഇപ്പൊ കൊല്ലണം ഞങ്ങൾക്ക്. സുധീഷ് ആവേശത്തിലായി. എന്നാൽ കൊല്ലടാ. കാളി ദിനേശനെ വലിച്ച് അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ഒറ്റത്തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ ഒന്ന് കൊന്നു കാണിച്ചേടാ. പിന്നെ 2 കാലിൽ നടന്ന് ഒരുത്തനും പോകില്ല ഇവിടെ നിന്ന്. ഇതെന്റെ വാക്കാ. എന്റെയും. മണിക്കുട്ടൻ കൂട്ടിച്ചേർത്തു. സുധീഷും രവിയും പരിങ്ങി. കാളി ചുറ്റും നോക്കി. നിങ്ങൾ സ്നേഹമുള്ള നാട്ടുകാരാണെങ്കിൽ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ ഈ കുടുംബത്തിനൊപ്പം നിൽക്കണം. നാളെ നേരം പുലരും വരെ ദിനേശനെ സൂക്ഷിക്കണം. ഒന്നും പറ്റാതെ. അത് ഞങ്ങൾ ഏറ്റുകാളി. കോമളൻ മുൻപോട്ട് വന്നു. മറ്റാൾക്കാരും. നോക്ക്. കാളി സുധീഷിനോടും രവിയോടും അറിയിച്ചു. എന്തെങ്കിലും ഫോൾ പ്ലേക്ക് നീയൊക്കെ ശ്രമിച്ചാൽ കൊല്ലും ഞാൻ. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായി തല്ലിച്ചതച്ച് ചിന്തിച്ചു നോക്ക്. ഇനിയുള്ള കാലം കട്ടിലിൽ തന്നെ 1ഉം 2ഉം സാധിച്ച് ജീവിതം അവസാനിപ്പിക്കണോ? അവർ മിണ്ടിയില്ല. ഒന്നടങ്ങിയതുപോലെ തോന്നി. ദിനേശനെ കോമളന്റെയും മറ്റും കൂടെ താഴ്വാരത്തേക്ക് അയച്ചു കാളിചരൺ. സുധീഷും രവിയും സംഘവും മടങ്ങി. മോനെ കാളി! വിശ്വനാഥൻ വേച്ചു വന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നീ വന്നില്ലായിരുന്നെങ്കിൽ. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മാവാ, വിട്ടുകള. ഇനി ഒരുത്തനും ഇവിടേക്കിങ്ങനെ വരത്തില്ല. അവൻ അയാളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദാക്ഷായണിയും അവൻ്റെ അടുത്തേക്ക് പ്രാഞ്ചി വന്നു. നിങ്ങൾ ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞിട്ട്. കാളി ചിരിച്ചു. ബാംഗ്ലൂർ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പച്ചി. അവൻ തിരിഞ്ഞ് കൂടെ വന്നവരെ നോക്കി. മഹിപാൽ സാറേ, ദാ ആ കാണുന്ന കൊട്ടാരമാണ് ഈ ചക്രവർത്തിയുടേത്. അവൻ തൻ്റെ കൊച്ചു വീടിന് നേരെ ടോർച്ച് തെളിച്ചു കാണിച്ചു. കുറച്ചു കാലത്തിന് ശേഷം എനിക്ക് ഇന്നവിടെ ഈ മലയോരക്കാറ്റേറ്റ് കിടക്കണം. അപ്പോൾ ഞങ്ങളോ? മണിക്കുട്ടൻ നെറ്റിചൊളിച്ചു. നമ്മൾക്കെല്ലാവർക്കും. അങ്ങനെ മലയാളത്തിൽ പറ. എല്ലാവരും ചിരിച്ചു. പിറ്റേന്ന് സുധീഷും രവിയുമാണ് ചിറ്റാർ പോലീസിൽ പരാതി നൽകിയത്. അതനുസരിച്ച് അവർ എത്തി ദിനേശനെ കസ്റ്റഡിയിലെടുത്തു. ആരാ ഇവനെ തല്ലിയത്? CI മധുചന്ദ്രൻ ചുറ്റും നോക്കി. നല്ലൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു അവിടെ. സത്യം തെളിയിക്കാൻ നിങ്ങൾ പോലീസുകാരും തയ്യാറില്ലേ സാറേ? നിങ്ങൾക്ക് പണി കുറഞ്ഞെന്ന് കരുതിയാൽ മതി. ആരോ വിളിച്ചു പറഞ്ഞു. മഹിപാൽ യാദവ് മധുചന്ദ്രനുമായി സംസാരിച്ചു. അവർ ദിനേശനുമായി ജീപ്പിൽ കയറി. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നാഗരാജനും കുടുംബവും വിഷുജാലയോടൊത്ത് അവിടെ എത്തി. അതിസുന്ദരിയായ ഒരു പെണ്ണ് പട്ടിയുമായി വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവർക്കും ആശ്ചര്യമായി. ഏതാ അവള്? അവർ പരസ്പരം നോക്കി. കാളിയുടെ പെണ്ണായിരിക്കും. അപ്പോൾ വിഷുയോ? അതിന് ഉത്തരമില്ല. ചെറുപ്പക്കാർ കൊതിയോടെ വാസുകിയെ നോക്കി. ഇറുകിയ ജീൻസിനും ടീഷർട്ടിനുമുള്ളിൽ തിളച്ചു തുളുമ്പുന്ന നിറയൗവനം. അന്ന് രാത്രി എല്ലാവരും കാളിയുടെയും വിഷുജാലയുടെയും വീടുകളിലായി കഴിഞ്ഞു. അവിടെയൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ വിഷുജാല അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വച്ച് കാളിയോട് ചേർന്നിരുന്ന് സംസാരിച്ചു. അത് കണ്ട് അപൂർവയും മണിക്കുട്ടനും പരസ്പരം നോക്കി ചിരിച്ചു. വാസുകി മാത്രം ചീറ്റയുമായി ഒരു കോണിൽ മാറിയിരുന്നു. എന്താ ഒരു മ്ലാനത? മഹിപാൽ അവൾക്കടുത്തെത്തി. ഒന്നുമില്ല സർ. വാസുകി ചിരിച്ചെങ്കിലും ആ കണ്ണുകളിൽ 2 തുള്ളികളുടെ തിളക്കം അയാൾ കണ്ടു. അതിനടുത്ത ദിവസം കാളിചരൺ, മണിക്കുട്ടൻ, മഹിപാൽ യാദവ്, വെള്ളയൻ, വാസുകി എന്നിവർ അവിടെ നിന്നും മടങ്ങി. ഒപ്പം ചീറ്റയും. 2 ആഴ്ചയ്ക്ക് ശേഷം അഡ്വഞ്ചറസ് ഡ്രൈവിംഗിൻ്റെ ഫൈനലാണ്.
പ്രാക്ടീസ് ചെയ്യണം. വളരെ വേഗത്തിലാണ് 2 ആഴ്ച കടന്നുപോയത്. കുട്ടിക്കാനത്തെ ലോഡ്ജുകൾ വീണ്ടും മത്സരത്തിനെത്തിയവരെ കൊണ്ട് നിറഞ്ഞു. ഇത്തവണ ഞാൻ മത്സരിക്കുന്നില്ല, വാസുകി കാളിയോട് പറഞ്ഞു. അതെന്താ? അവൻ നെറ്റിച്ചുളിച്ചു. അതങ്ങനെയാ. ഇത്തവണ മണിക്കുട്ടന് പകരം ഞാനും ചീറ്റയും ഉണ്ടാവും വണ്ടിയിൽ നിന്റെ കൂടെ. മനസ്സിലായില്ല. കാളി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നീടത് മനസ്സിലാകും. അവൾ കൂടുതൽ വ്യക്തമാക്കിയില്ല. അപ്പോൾ ഞാനോ? മണിക്കുട്ടന് അത് സഹിക്കാനായില്ല. കാളിയുടെ കൂടെ എത്രയോ കാലം ഒന്നിച്ച് ഡ്രൈവിങ്ങിൽ പങ്കെടുത്തതാണ്. വാസുകി മഹിപാലിന് നേരെ തിരിഞ്ഞു. സർ, മറ്റൊന്നും വിചാരിക്കരുത്. സാറും മണിക്കുട്ടനും വെള്ളയനും ഒരു ദിവസത്തേക്ക് ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കണം. അവളുടെ വാക്കുകൾക്കിടയിൽ എവിടെയോ അപകടത്തിൻ്റെ സൂചന അയാൾക്ക് കിട്ടി. തീർച്ചയായും, മഹിപാൽ സമ്മതിച്ചു. വാസുകിയുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ 2 വാഹനങ്ങളിലായി ചിലർ കുട്ടിക്കാനത്തെത്തി. കലിംഗറാവുവും പെടരായിഡുവും ഗുണ്ടകളും അടങ്ങുന്ന സംഘം. അധ്യായം 37. കുട്ടിക്കാനം രാവിലെ 8:30. മഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ല. വെളുത്ത പുക പോലെ താഴ്വാരത്ത് നിന്ന് മഞ്ഞ് റോഡിലേക്ക് പറന്നു വന്നുകൊണ്ടിരുന്നു. 15 അടി അകലെയുള്ള കാഴ്ച പോലും മങ്ങിക്കാണപ്പെട്ടു. കോട്ടയം കുമളി റോഡിൻ്റെ ഇടതുവശത്ത് റേസിംഗിനുള്ള ജീപ്പുകൾ നിരയായി ഊഴം കാത്തുകിടന്നു. കഴിഞ്ഞ തവണത്തെ മത്സരം പകുതിക്ക് നിർത്തേണ്ടി വന്നിരുന്നു. അതിലുണ്ടായിരുന്ന 2 ടീമുകൾ ഇത്തവണയില്ല. 1 വാസുകി, 2 അലിമാവോ ബ്രദേഴ്സ്. പരിസരം മുഴുവൻ ജനനിബിഡമാണ്. കഴിഞ്ഞ തവണ പ്രശ്നമുണ്ടായതിനാൽ ഇത്തവണ കൂടുതൽ പോലീസുണ്ട്. കളക്ടറുടെ നിർദ്ദേശാനുസരണം കുട്ടിക്കാനത്തിനു പുറമെ തവളപ്പാറയിലും ഫൈനൽ പോയിന്റായ ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ഗ്രൗണ്ടിലുമൊക്കെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. റോഡിൽ നിശ്ചിത അകലത്തിൽ വേറെയും. കാളിച്ചരൺ യൂണിഫോമും ഗ്ലൗസുകളും ധരിച്ചു നിൽക്കുകയാണ്. കമ്പനി പുതിയൊരു ഓപ്പൺ ബോഡി ജിപ്സിയാണ് അവനുവേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത്. മണിക്കുട്ടൻ നിസ്സംഗതയോടെ നിൽക്കുന്നത് കണ്ട് അവനെ അടുത്ത് വിളിച്ചു. എന്താടാ? ഒന്നുമില്ല. അവൻ മുഖം വെട്ടിച്ചു. കാളി അവൻ്റെ തോളിൽ കൈവച്ചു. എനിക്കറിയാം, എൻ്റെ കൂടെ വരാൻ പറ്റാത്തതിൽ നിനക്ക് വിഷമമുണ്ട്. വിഷമമല്ല, പ്രതിഷേധം. അവൻ തിരുത്തി. ഇത്രയും കാലം ഞാനല്ലായിരുന്നോ കൂടെ? അതേടാ. പക്ഷെ വാസുകി അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകും, ഉറപ്പാ. അത് മണിക്കുട്ടനും അറിയാം. സ്പോൺസർമാരുടെ മാനേജർ അവരുടെ അടുത്തേക്ക് വന്നു. കാളി, ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. തണുപ്പ് കാരണം അയാളുടെ വായിൽ നിന്ന് നീരാവി പറന്നു. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ റേസിംഗ് കഴിഞ്ഞേ പ്രതികരിക്കാവൂ. അത് സ്പോൺസേഴ്സിൻ്റെ പ്രത്യേക നിർദ്ദേശമാ. കാളിച്ചരൺ മൂളി. മഞ്ഞിലൂടെ വരുന്ന വാഹനങ്ങളുടെ മഞ്ഞ ലൈറ്റുകൾ മാത്രം കാണാം. അടുത്ത നിമിഷം യൂണിഫോമും ഹെൽമറ്റും ധരിച്ച വാസുകി ചീറ്റയോടൊപ്പം എത്തി. മഹിപാൽ യാദവും വെള്ളയനും ഉണ്ടായിരുന്നു പിന്നാലെ. നിനക്ക് എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധമാ അല്ലേടി പാമ്പേ? കാളി തിരക്കി. അതെ. ഇനി ഒരു പക്ഷേ എനിക്കിങ്ങനെ നിന്റെ കൂടെ വരാൻ പറ്റിയില്ലെങ്കിലോ? ശബ്ദത്തിലെ പതർച്ച അവൻ തിരിച്ചറിഞ്ഞു. ഏയ്, എന്താടി, കൊച്ചു പിള്ളേരെ പോലെ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. വാസുകി ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം കൈ ചുരുട്ടി മണിക്കുട്ടൻ്റെ വയറ്റത്ത് ഒറ്റയടി. നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായി. ദേഷ്യം മുഴുവൻ എന്നോടായിരിക്കും. അതെ, അതിനിപ്പം എന്തു വേണം? വിശ്വജാല എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കാളിയോട് പറയട്ടെ? അവൾ ചൂളം വിളിച്ചുകൊണ്ട് ഒരാംഗ്യം കാട്ടി. അപൂർവയുമായുള്ള അടുപ്പത്തെക്കുറിച്ചാണെന്ന് മണിക്കുട്ടന് മനസ്സിലായി. അതോടെ അവൻ വിളറി. വേണ്ട, നീ തന്നെ പോയിക്കോ കാളിയുടെ കൂടെ. എന്താ വാസുകി പ്രശ്നം? കാളി നെറ്റിച്ചുളിച്ചു. ചുമ്മാ ഒരു നമ്പർ. റേസിംഗ് തുടങ്ങി. ടൈം നോട്ട് ചെയ്ത് ഓരോ വാഹനവും പോയി തുടങ്ങി. പെട്ടെന്ന് കർണാടക രജിസ്ട്രേഷനുള്ള ഒരു ടെമ്പോ ട്രാവലർ അവിടെ വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടപ്പോൾ കാളിയും വിശ്വജാലയും ഒക്കെ അത്ഭുതപ്പെട്ടു. ഇമ്പദോസ്, ധനരാജ്, പഴനിവേൽ, കണ്ണഫിരാമൻ, അമാവാസെ, അങ്ങനെ കുറച്ചു പേർ. നിന്റെ മത്സരം കാണാൻ വന്നതാടാ ഞങ്ങള്. കണ്ണഫിരാമൻ അവനെ കെട്ടിപ്പിടിച്ചു. SP മഹിപാൽ യാദവും വെള്ളയനും അവരോട് കുശലാന്വേഷണം നടത്തി. കാളി തിരിഞ്ഞ് മണിക്കുട്ടനെ നോക്കി. നീ മഹിപാൽ സാറിൻ്റെ ജീപ്പിൽ ഇവരെയും കൊണ്ട് പോയിക്കോ, ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ശരിയടാ. അർദ്ധ മനസ്സോടെ അവൻ അവരെയും കൂട്ടിപ്പോയി. അപ്പോൾ വാസുകി മഹിപാൽ യാദവൻ്റെ അടുത്തെത്തി എന്തോ ശബ്ദം താഴ്ത്തി. മഹിപാൽ തലയാട്ടി. തുടർന്ന് കാളിച്ചരണിൻ്റെ സമീപം വന്നു. ഞാനും വെള്ളയനും തവളപ്പാറയിൽ നിൽക്കാം. കാളിയുടെ നെറ്റി ചുളിഞ്ഞു. പക്ഷെ ഒന്നും ചോദിച്ചില്ല. അവർ ഇരുവരും ബൊലീറോയിൽ കയറിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ എന്ത് സഹായത്തിനും ഡ്രൈവർ മോനി ഉണ്ടായിരുന്നെന്ന് കാളി ഓർത്തു. അവൻ വാസുകിക്ക് നേരെ തിരിഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? എന്തു പ്രശ്നം? അങ്ങനെയൊന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നേ ഉള്ളൂ. അവൾ ചിരിച്ചു. ആ നേരത്ത്
തവളപ്പാറയ്ക്ക് ഇപ്പുറമുള്ള കുന്ന്. അതിൻ്റെ നെറുകയിലുണ്ടായിരുന്നു കലിംഗറാവുവും പെടരായിഡുവും ഗുണ്ടകളും. അവിടെ മഞ്ഞില്ലാത്തതിനാൽ വെയിൽ പരന്നു തുടങ്ങിയിട്ടേയുള്ളൂ. പെടരായിഡു ഒരു ബൈനോക്കുലർ എടുത്ത് താഴേക്ക് ശ്രദ്ധിച്ചു. ഏതാണ്ട് 2 കിലോമീറ്റർ അകലെ മുതൽ റേസിംഗ് നടക്കുന്ന റോഡ് കാണാം. അതുവഴി ആടിക്കുലുങ്ങി പാഞ്ഞു വരുന്ന വാഹനങ്ങൾ. അവൻ ടെലസ്കോപ്പിക് ഗൺ റോഡിൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്തേക്ക് സെറ്റ് ചെയ്തു വെച്ചു. പൊടുന്നനെ അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അവനത് കാതോടമർത്തി. എന്താടാ? ഇനി 5 മിനിറ്റിനുള്ളിൽ അവൻ്റെ ജിപ്സി പുറപ്പെടും. കൂടെയൊരു പെണ്ണാണുള്ളത്. അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടു. പെണ്ണോ? ഏതു പെണ്ണ്? അതറിയില്ല സാബ്. അവൾ ഹെൽമെറ്റ് വെച്ചിരിക്കുക. കൂടെയൊരു പട്ടിയുമുണ്ട്. പട്ടി പെടരായിഡുവിൻ്റെ കണ്ണുകൾ കൂർത്തു. അവൾ പുറപ്പെടുമ്പോൾ നീ ഒന്നുകൂടി വിളിക്കണം. ശരി സാബ്. കോൾ മുറിഞ്ഞു. പെടരായിഡു കലിംഗറാവുവിനെ നോക്കി. ഏറിയാൽ 1/2 മണിക്കൂർ കൂടെയുള്ളൂ അപ്പ കാളിയുടെ ആയുസ്. അവൻ ഗണ്ണിൻ്റെ ലെൻസ് ഒന്നുകൂടി സെറ്റ് ചെയ്തു. തവളപ്പാറ. കാളിയുടെ ഊഴമായി. ജനങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു. കാളി ബോണറ്റിൽ വച്ചിരുന്ന ഹെൽമറ്റ് എടുത്ത് ധരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. സീറ്റ് ബെൽറ്റ് മുറുകി. കോ ഡ്രൈവർ സീറ്റിൽ കരുതലോടെ ഇരുന്നു വാസുകി. പിന്നിൽ ചീറ്റ. കഴിഞ്ഞ തവണ തവളപ്പാറയിലെത്താൻ നീയെടുത്ത സമയം 28 മിനിറ്റാ. അതിലും കുറയണം ഇത്തവണ. വാസുകി അവനെ ഓർമ്മപ്പെടുത്തി. കാളി ജിപ്സി സ്റ്റാർട്ട് ചെയ്തു. കൊടി വീശിയതും മിന്നലിൻ്റെ ഒരു ചീള് പോലെ മുന്നോട്ട്. വാസുകി സ്റ്റോപ്പ് വാച്ചിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തു. ജിപ്സി 1/2 മിനിറ്റ് കൊണ്ട് ആഷ്ലി കവലയിൽ. ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞ എസ്റ്റേറ്റ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തെ 2 ടയറുകൾ മാത്രമേ തറയിൽ സ്പർശിച്ചുള്ളൂ. കാഴ്ചക്കാർ ശ്വാസം വിടാൻ മറന്നു നിന്നു. ജീപ്പ് മറിയുമെന്ന് അവർക്ക് തോന്നി. അടുത്ത നിമിഷം താഴെ വീഴും പോലെ വലതുവശത്തെ ടയറുകൾ തറയിൽ കുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ തകർന്നിരുന്നു എസ്റ്റേറ്റ് റോഡ്. പക്ഷേ കാളിചരൺ ആക്സിലേറ്റർ ഒട്ടും അയച്ചില്ല. ചരിഞ്ഞും കുലുങ്ങിയും ഉരുളൻ കല്ലുകളെ പിന്നോട്ട് തെറിപ്പിച്ചും അത് പായുകയാണ്. വേഗം വേഗം, വാസുകി പ്രോത്സാഹിപ്പിച്ചു. കയറ്റം തുടങ്ങി. കാളി 4 വീൽ ഗിയർ വലിച്ചിട്ടു. പോയിന്റുകളിൽ വോളണ്ടിയേഴ്സ് ടൈം നോട്ട് ചെയ്തു. അവർക്കൊപ്പം പോലീസുമുണ്ട്. ആഷ്ലി എസ്റ്റേറ്റ് പിന്നിട്ട് ജിപ്സി ബൈസൺ വാലിയിലേക്ക്. ഇടുങ്ങിയ വഴി. കുറ്റിക്കാടുകൾ റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്നു. അവർക്ക് മുന്നിലൂടെ ഒരു കാട്ടുകോഴി പറന്നുപോയി. കുറ്റിക്കാടുകൾ ജിപ്സിയുടെ ബോണറ്റിൽ 2ആയി പിളർന്നു. വാസുകി ഇടയ്ക്കിടെ സ്റ്റോപ്പ് വാച്ചിലേക്ക് നോക്കി. അതിൽ സെക്കൻഡുകളുടെ അക്കങ്ങൾ മറിഞ്ഞുകൊണ്ടിരുന്നു. ജിപ്സി ഫോറസ്റ്റ് ഏരിയയിലെത്തി. മദാമക്കുളത്തിന് തൊട്ടുമുന്നിലെ കൊടുംവളവ്. കാളി വട്ടം തിരിച്ചു. റോഡ് വീണ്ടും ദുർഘടമായി. വാസുകി ജിപ്സിയുടെ കമ്പിയിൽ മുറുകെ പിടിച്ചു. പാറച്ചീളുകൾക്കും വലിയ ഉരുളൻ കല്ലുകൾക്കുമിടയിൽ ടയറുകൾ ഞെരിയുന്ന ഒച്ച. സൂക്ഷിക്കണം, വാസുകി മുന്നറിയിപ്പ് നൽകി. റോഡിലൂടെ കുത്തിമറിഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുന്ന തോടിനടുത്തെത്തിയപ്പോൾ കാളി മന്ത്രിച്ചു. കഴിഞ്ഞ തവണ മടങ്ങി വരുമ്പോൾ ഇവിടെ വെച്ചാണ് അലിമാവോ ബ്രദേഴ്സ് അയൺ റോപ്പ് കെട്ടി ജീപ്പ് മറിച്ചത്. അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ വാസുകിയും ഓർത്തു. കുന്നിൻ ചെരുവിൽ കാണികൾ ഏറെയുണ്ട്. കുരവു പൂവ് കണക്കെ ഇരുവശത്തേക്കും വെള്ളം തെറിപ്പിച്ച് ജിപ്സി അക്കരെയെത്തി. അവരുടെ ശരീരത്തേക്കും മഴത്തുള്ളികൾ കണക്കെ വെള്ളം പറന്നു വീണു. ചീറ്റ തൻ്റെ ശരീരം കുടഞ്ഞു. ജീപ്പ് പാറകളിലൂടെ ചാടിക്കടന്ന് കയറുമ്പോൾ അകലെ തവളപ്പാറയുടെ മുകളറ്റം കണ്ടു. പെട്ടെന്ന് വാസുകി തിടുക്കം കൂട്ടി. തവളപ്പാറയ്ക്ക് ഇപ്പുറത്തുള്ള കുത്തിറക്കം ഇറങ്ങുകയാണ് ജിപ്സി. പെട്ടെന്ന് ബോണറ്റിൽ എന്തോ വന്ന് ഇടിച്ചു പറന്നു, വണ്ടിനെ പോലെ. കാളിയും വാസുകിയും ഞെട്ടിപ്പോയി. ബോണറ്റിൽ ഒരു നീളൻ തുള. പക്ഷേ അത് അകത്തേക്ക് പോയിട്ടില്ല. കാളി, വാസുകി അലറി. ആരോ വെടിവെച്ചതാ. അവൻ ആക്സിലേറ്റർ പരമാവധി താഴ്ത്തി. പെഡൽ ബോഡിയിൽ ചെന്ന് മുട്ടി. അടുത്ത നിമിഷം വാസുകി കണ്ടു ഇടതുവശത്തെ കുന്നിൻ മുകളിൽ ചലിക്കുന്ന രൂപങ്ങൾ. അവരുടെ കയ്യിൽ നീളൻ തോക്കുകൾ. ഒരുവൻ വീണ്ടും തോക്ക് ചൂണ്ടുന്നു. കാളി, അവൾ പൊടുന്നനെ സ്റ്റിയറിംഗ് വീൽ പിടിച്ചു വെട്ടിച്ചു. ആ ക്ഷണം തൊട്ടപ്പുറത്തെ പാറയിൽ ഒരു ലോഹക്കഷ്ണം വന്നു തട്ടിത്തെറിച്ചു. ഇത്തവണയും ശത്രുക്കൾക്ക് ലക്ഷ്യം തെറ്റി. ജീപ്പ് അപ്പോഴേക്കും കുത്തിറക്കത്തിൽ മറിഞ്ഞതിനാൽ കുന്നിൻ മുകളിൽ നിന്നവർക്ക് കാണാനായില്ല. തവളപ്പാറ. നേരത്തെ എത്തിയ ജീപ്പുകൾ ചരിഞ്ഞ പാറയിലേക്ക് കയറ്റി നിർത്തിയിരുന്നു. സ്റ്റോപ്പ് വാച്ച് നോക്കിയ വാസുകിയുടെ സ്വരത്തിൽ ആഹ്ലാദം അലതല്ലി. കാളി, 25 മിനിറ്റ്. കഴിഞ്ഞ തവണത്തേക്കാൾ 3 മിനിറ്റ് കുറവ്. ജനക്കൂട്ടം ആരവം മുഴക്കി. വോളണ്ടിയേഴ്സ് ഓടിയെത്തി കാളിയെ അഭിനന്ദിച്ചു. അവനും വാസുകിയും ചീറ്റയും വണ്ടിയിൽ നിന്ന് പാറയിലേക്ക് ചാടി. മഹിപാൽ യാദവും വെള്ളയനും അരികിലെത്തി. സർ, വാസുകി വഴിയിലെ സംഭവം പറഞ്ഞു. മഹിപാലിൻ്റെ പുരുകങ്ങൾ കൂട്ടിമുട്ടി. മുഖത്ത് വല്ലാത്തൊരു ഭാവം വന്നു. ആ ഭാഗത്തുകൂടിയല്ലേ തിരികെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകേണ്ടതും? അതെ. എങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മഹിപാൽ വെള്ളയനെയും വിളിച്ചുകൊണ്ട് ബൊലീറോയിൽ പോയി.
തവളപ്പാറയിൽ വെയിൽ പരന്നു വീണുകിടന്നു. കാറ്റു വീശിയപ്പോൾ കാട്ടുപുല്ലിൽ തീ പടരുന്നത് പോലെയുള്ള ഒച്ച. കാളിചരൺ ഹെൽമറ്റ് ഊരി തല കുടഞ്ഞുകൊണ്ട് ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് വായിലേക്ക് ചരിച്ചു. താഴെ ഇരുമിച്ചതായി ക്ഷേത്രത്തിന്റെ മുന്നിലെ പന്തൽ പൊളിച്ചു പണിയുന്നത് കണ്ടു. കാളി ഒരു കവിൾ വെള്ളം പാറയിലേക്ക് നീട്ടിത്തുപ്പിക്കൊണ്ട് വാസുകിക്ക് നേരെ തിരിഞ്ഞു. ആരായിരിക്കുമെടി നമ്മളെ പിന്തുടർന്നു വന്ന ശത്രുക്കൾ? അവരെന്തായാലും ഈ നാട്ടുകാരാവില്ല. കലിംഗറാവുവും മകനുമായിരിക്കും, അവൾ മന്ത്രിച്ചു. അല്ലാതാര്? കാളിചരണിന്റെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. അവൻ ഉടൻ തന്നെ മണിക്കുട്ടന്റെ നമ്പർ സെൽഫോണിൽ കുത്തി. പക്ഷേ സ്വിച്ച് ഓഫ്. കാളിക്ക് എന്തോ അപകടത്തിന്റെ ചൂരടിച്ചു. എന്തുപറ്റി? അവന്റെ മുഖഭാവം ശ്രദ്ധിച്ച് വാസുകി ചോദിച്ചു. മണിക്കുട്ടനെ കിട്ടുന്നില്ല. എന്തോ ചതി പറ്റിയതുപോലെ തോന്നുന്നു. അവൻ ഇമ്പദോസിനെ വിളിച്ചു. അയാളെ കിട്ടി. മണിക്കുട്ടൻ എന്തിയെ? ഒരാൾ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ആരാണെന്നറിയാമോ? ഇല്ല കാളി. എന്താ? ഒന്നുമില്ല. നിങ്ങളെവിടെയാ? ഫിനിഷിംഗ് പോയിന്റിൽ. കാളി ഫോൺ കട്ട് ചെയ്തു. അവന്റെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചതഞ്ഞമർന്നു. മണിക്കുട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ കലിംഗറാവുവല്ല അവന്റെ അപ്പൻ റാവു ഉണ്ടെങ്കിൽ കൂടി ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങിപ്പോവില്ല. അവന്റെ മുഖഭാവം കണ്ട് വാസുകി ഭയന്നുപോയി. ചീറ്റ ഒന്ന് കുരച്ചു. SP മഹിപാൽ യാദവും വെള്ളയനും ആ നേരത്ത് കാളിക്ക് നേരെ ആക്രമണമുണ്ടായ ഭാഗത്തെത്തി. ബൊലീറോ റോഡിൽ നിന്ന് ചരിഞ്ഞ പ്രദേശത്തേക്ക് കയറ്റി നിർത്തിയിട്ട് കുന്നിൻ മുകളിലേക്ക് നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവർ കാത്തുനിന്നു. കുട്ടിക്കാനത്ത് നിന്ന് റേസിൽ പങ്കെടുത്ത വണ്ടികളെല്ലാം തവളപ്പാറയിലെത്തിക്കഴിഞ്ഞു. കാളിയുടെ സമയത്തിന് പിന്നിൽ 30 മിനിറ്റ് കൊണ്ടെത്തിയ ഒരു തമിഴ്നാട്ടുകാരനുണ്ട്. ടൈഫോയിഡ് എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ എത്താനുള്ള 4 കിലോമീറ്റർ ഇനി നിർണായകമാ കാളി. എവിടെയെങ്കിലും തടസ്സമുണ്ടായാൽ വാസുകി പകുതിക്ക് നിർത്തി. എന്തുണ്ടായാലും ഞാൻ ആദ്യം ഫിനിഷിംഗ് ചെയ്തിരിക്കും വാസുകി. അതാരെയെങ്കിലും കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. കല്ലിച്ചതായിരുന്നു അവന്റെ വാക്കുകൾ. 1.5 മണിക്കൂറിന് ശേഷം അവസാന റൗണ്ട് മത്സരം ആരംഭിച്ചു. കാളി പിന്നെയും മണിക്കുട്ടന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. കിട്ടുന്നില്ല. അവന്റെ മുഖത്തെ ഉത്കണ്ഠ വാസുകി തിരിച്ചറിഞ്ഞു. മണിക്കുട്ടന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലടാ. നീ റേസിൽ ശ്രദ്ധിക്ക്. ഫസ്റ്റ് കിട്ടുന്നത് നിനക്കായിരിക്കും. അവൾ അവന്റെ ആശങ്കയകറ്റാൻ ശ്രമിച്ചു. കാളി തല കുടഞ്ഞു. അവന്റെ ഊഴമായി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൾ മന്ത്രിച്ചു. ഇനിയുള്ള 4 കിലോമീറ്ററിന് 6 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. ജിപ്സി മിന്നൽപ്പിണർ പോലെ കുന്നിറങ്ങി. കാണികളുടെ ശ്വാസം നിലച്ചുപോയി. ഏതെങ്കിലും പാറയിൽ തട്ടി വീലുകൾ തിരിഞ്ഞു പോയാൽ പിന്നെ വണ്ടി പോലും കാണില്ല. താഴത്തെ കൊച്ചരുവിയിലൂടെ കാട്ടുപന്നി കണക്കെ ജിപ്സി ചാടിക്കടന്നു പോകുന്നത് അവർ കണ്ടു. മദാമക്കുളം പിന്നിട്ട് കുന്നുകയറി ഇടത്തേക്ക് തിരിഞ്ഞു വേണം ടൈഫോയിഡ് ഗ്രൗണ്ടിലെത്താൻ. കാളിയുടെ മനസ്സ് ജാഗരൂകമായി. ഏതു നിമിഷവും മുന്നിലൊരപകടം അവൻ പ്രതീക്ഷിച്ചു. കുന്നിൻ ചെരുവിൽ കാത്തുനിന്നിരുന്ന മഹിപാൽ യാദവ് അവനെ കൈയിലെ തള്ളവിരൽ ഉയർത്തിക്കാണിച്ചു. ജിപ്സി കുന്നുകയറി. ഇനി ഇറക്കമാണ്. തോടിനരികിലേക്ക്. ഇറക്കം പകുതിയായി. ചരിവിലെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് പെട്ടെന്നൊരു സുമോ റോഡിനു കുറുകെ ഇരച്ചിറങ്ങി വന്ന് ബ്രേക്കിട്ടു. ഏയ്! താഴെ നിന്നിരുന്ന ജനങ്ങൾ എന്തോ വിളിച്ചലറി. മാറ്റടാ വണ്ടി. കാളി അലറി. അങ്ങനെ നീ ഇപ്പം ചാമ്പ്യനാകണ്ടടാ. സുമോയിൽ നിന്ന് കന്നഡയിലുള്ള ശബ്ദം. അതിലിരുന്നവരെ കാളി തിരിച്ചറിഞ്ഞു. കലിംഗറാവുവിന്റെ ഗുണ്ടകൾ. അതിലിരുന്ന ഒരുത്തൻ പിസ്റ്റൾ ചൂണ്ടി. കാളി! വാസുകിയുടെ വിലാപം. കാളിചരണിന്റെ കണ്ണുകൾ ഇടംവലം വെട്ടി. അവൻ ജിപ്സിയുടെ വേഗത കുറച്ചില്ല. കുനിഞ്ഞ് മുറുകെ പിടിച്ചിരുന്നോടി. പറഞ്ഞതും അവൻ ആക്സിലേറ്റർ ഒന്നുകൂടി അമർത്തി. സുമോയും ജിപ്സിയും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു. ഠേ! സുമോയിൽ നിന്ന് ഒരു ബുള്ളറ്റ് മൂളിപ്പറന്നു വന്നു. ജിപ്സിയുടെ ഗ്ലാസിൽ ഒരു തുള വീണു. ബാക്കി ഭാഗം ചിലന്തി വല പോലെയായി. ചീറ്റ ഉച്ചത്തിൽ കുരച്ചു. മുന്നിലെ കാഴ്ച മാഞ്ഞു. കാളി പുറത്തേക്ക് തല നീട്ടി ജിപ്സി വെട്ടിച്ചു. അടുത്ത നിമിഷം സുമോയുടെ പകുതിക്ക് പിന്നിൽ ജിപ്സി ചെന്നിടിച്ചു. സുമോയിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. അധ്യായം 38. സുമോ റോഡിൽ വട്ടം തിരിഞ്ഞു. ജിപ്സി മറിയാതിരിക്കാൻ കാളിചരൺ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചു. ഇടത്തേക്ക് തിരിച്ചു. വാസുകിയുടെയും താഴെ എല്ലാം കണ്ടുനിന്ന ജനങ്ങളുടെയും വിലാപം തൊണ്ടയിൽ കുരുങ്ങി. അടുത്ത നിമിഷം സുമോയുടെ ഒരു വശമുയർന്നു. അത് ചരിഞ്ഞ പ്രദേശത്തേക്ക് മറിഞ്ഞു. പിന്നെ സോപ്പ് പെട്ടി പോലെ 4-5 തവണ ഉരുണ്ടുരുണ്ട് കുഴഞ്ഞ മണ്ണിലൂടെ നിരങ്ങിപ്പോയി. അതിൽ നിന്ന് അലർച്ചകൾ കേട്ടു. അത് കണ്ടിട്ടും ജനം കൈയടിച്ചു. കാളി ജിപ്സിയുടെ വേഗത കുറച്ചില്ല. വാസുകിക്ക് അത് വിശ്വസിക്കാനായില്ല. പിന്നിൽ ചീറ്റ ഉച്ചത്തിൽ കുരച്ചു. മിന്നൽ വേഗത്തിൽ വാസുകി താഴേക്ക് കൈനീട്ടി ജാക്കി ലിവർ വലിച്ചെടുത്തു. ചിലന്തി വല പോലെയായ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചിളക്കി തെറിപ്പിച്ചു കളഞ്ഞു. ജിപ്സി തോടിനു മുകളിലൂടെ കയറ്റം കയറുമ്പോൾ സുമോ അതിനുള്ളിലേക്ക് മറിയുകയായിരുന്നു. ജിപ്സി ഇടത്തേക്ക് തിരിഞ്ഞു. അതിൻ്റെ ഇടതുവശത്തെ ഹെഡ്ലൈറ്റ്
അടക്കം ബോണറ്റകത്തേക്ക് ചുളുങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ അകലെ ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ഗ്രൗണ്ട് കണ്ടു. പണ്ടവിടെ ഒരു ചെറിയ ഡാമായിരുന്നു. എപ്പോഴോ ജലം തിങ്ങിയപ്പോൾ അതിൻ്റെ ഒരു വശം തകർന്ന് ഒഴുകിപ്പോയതാണ്. പിന്നീടത് പുനർനിർമ്മിച്ചിട്ടില്ല. ഡാമിൻ്റെ അവശേഷിപ്പായി ഇപ്പോഴും പാതി മുറിഞ്ഞുപോയ ഒരു റോഡും ബ്രിഡ്ജും അങ്ങനെ നിൽക്കുന്നു. എസ്റ്റേറ്റ് തൊഴിലാളികൾ അടക്കമുള്ള ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പൊട്ടുപോലെ കണ്ടു. കാളിയുടെ ശരീരത്തിൽ രക്തയോട്ടത്തിന് വേഗത കൂടി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താൻ ചാമ്പ്യനാകും. ഗ്രൗണ്ടിൽ നിറയെ ചെളിയാണ്. അവിടെയും മൺകൂനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയ്ക്ക് മുകളിലൂടെ കയറി ഇറങ്ങി വേണം മത്സരം അവസാനിപ്പിക്കാൻ. ഗ്രൗണ്ടിലേക്കുള്ള ഇറക്കം തുടങ്ങുകയായി. പെട്ടെന്ന് വനത്തെ നടുക്കിക്കൊണ്ട് ഒരു വെടിയൊച്ച. ജീപ്പ് വല്ലാതെ വെട്ടിയുലഞ്ഞു. വാസുകി! കാളി അലറി. ജീപ്പിന്റെ പിൻചക്രത്തിലാണ് വെടിയേറ്റത്. അവൻ ബ്രേക്ക് അമർത്തി. ആ നിമിഷം മുകളിലെ മൺതിട്ടയിൽ നിന്ന് ഒരാൾ ജീപ്പിന് മുന്നിൽ വന്നു വീണു. മണിക്കുട്ടൻ. കാളി കിടുങ്ങിപ്പോയി. മണിക്കുട്ടന്റെ കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു. വയറ്റിൽ നിന്ന് ചോര ഒഴുകുന്നു. കാളി ഞെട്ടലിൽ മൺതിട്ടയിലേക്ക് നോക്കി. അവിടെ തോക്കു ചൂണ്ടി പെടരായിടുവും കലിംഗറാവുവും ഗുണ്ടകളും. കാളി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടു. മുന്നിൽ കിടന്ന് പിടയുകയാണ് മണിക്കുട്ടൻ. ആകെ മരവിച്ചു പോയ നിമിഷം. വാസുകി പെട്ടെന്നുണർന്നു. അവൾ സെൽഫോണിൽ മഹിപാൽ യാദവിനെ വിളിച്ചു. സാർ, പെട്ടെന്നു വാ. അത്രയും പറഞ്ഞിട്ട് കോൾ മുറിച്ചു. കാളിച്ചരൻ അലറിക്കൊണ്ട് ജീപ്പിന് പുറത്തേക്ക് ചാടാനാഞ്ഞു. അവൻ എൻജിൻ ഓഫ് ചെയ്തിരുന്നില്ല. കാളി, നോ. വാസുകി തടഞ്ഞു. പിന്നെ? അതിനവൾ ഉത്തരം പറഞ്ഞില്ല. നിന്റെ എല്ലാ റേസിംഗും ഇവിടെ തീരുകയാടാ. പെടരായിഡു പല്ലിളിച്ചുകൊണ്ട് തോക്കു ചൂണ്ടി. കലിംഗറാവുവും അട്ടഹസിച്ചു. നായിന്റെ മോനെ, കോളാറിൽ നിന്ന് ഇവിടെ വരെ ഞങ്ങൾ വന്നത് ഈയൊരു നിമിഷത്തിനു വേണ്ടി മാത്രമാടാ. അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ്റെ നെഞ്ചത്തും കൂടി വണ്ടി കയറ്റിപ്പോടാ നീ. കാണട്ടെ ഞങ്ങള്. കാളി! റോഡിൽ കിടന്ന മണിക്കുട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നെ കൊന്നിട്ടാണേലും നീ പോടാ. എന്നാലും നീ ജയിക്കണം. ഈ പട്ടികൾക്ക് മുന്നിൽ തോൽക്കരുത്. കലിംഗറാവു! കാളിച്ചരൻ ഗർജിച്ചു. തോൽവി എനിക്ക് പുല്ലാടാ. എന്നാലും ഇന്ന് ഞാൻ നിന്റെയൊക്കെ അന്ത്യം കുറിച്ചിരിക്കും. അവൻ വീണ്ടും ചാടാനാഞ്ഞു. പെടരായിഡുവിന്റെ കൈവിരൽ തോക്കിന്റെ കാഞ്ചിയിലേക്ക് തെന്നി നീങ്ങി. അടുത്ത സെക്കൻഡിൽ വാസുകി മൂടിയില്ലാത്ത ജിപ്സിയുടെ സീറ്റിലേക്ക് ചാടിയുയർന്ന് കമ്പിയിൽ പിടിച്ചു. ഹെൽമറ്റ് വലിച്ചൂരിയെറിഞ്ഞു. അവളുടെ മുടിയിഴകൾ കാറ്റിൽ ഇളകി. ആ മുഖം കണ്ടതും കലിംഗറാവുവും പെടരായിഡുവും ഞെട്ടി. എടി നീ! ഷട്ടപ്പ്! അവൾ പൊടുന്നനെ അരയിൽ നിന്നൊരു പിസ്റ്റൾ വലിച്ചെടുത്തു. ഒപ്പം പട്ടിക്ക് നിർദ്ദേശം നൽകി. ചീറ്റ, ക്യാച്ച്! ജീപ്പിൽ നിന്ന് ഒറ്റ കുതിപ്പായിരുന്നു ചീറ്റ. ആദ്യം മൺതിട്ടയിലേക്ക്. അവിടെ നിന്ന് പെടരായിഡുവിന്റെ നേർക്ക്. അവന്റെ കയ്യിൽ കടിയേറ്റു. നോ! കലിംഗറാവുവിന്റെ ശബ്ദം പൂർണ്ണമായും പുറത്തു വന്നില്ല. അതിനു മുൻപ് അയാളുടെ നെഞ്ചിൽ ഒരു തീയുണ്ട പാഞ്ഞു കയറി. അപ്പാ! കലിംഗറാവു അലറി വിളിച്ചു. അടുത്ത സെക്കൻഡിൽ ഒരു വെടിയൊച്ച കൂടി. പെടരായിഡുവിന്റെ വലതു കണ്ണ് ചിതറിപ്പോയി. മോനെ! കലിംഗറാവു കൈനീട്ടി അവനെ പിടിച്ചു. അവരിരുവരും പിന്നോട്ടു വേച്ചു കൊക്കയിലേക്ക്. ഗുണ്ടകൾ ഭയന്നോടി. വാസുകി, നീ! കാളിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. വാസുകിയുടെ ഒച്ച ചീറി. മിണ്ടരുത്. അവൾ റോഡിലേക്ക് ചാടി മണിക്കുട്ടനെ ഒരു വശത്തേക്ക് വലിച്ചു മാറ്റി. പിന്നിൽ ബൊലീറോ വരുന്നുണ്ടായിരുന്നു. മഹിപാൽ യാദവും വെള്ളയനും. സർ, മണിക്കുട്ടനെ നോക്കിക്കോ. വിളിച്ചു പറഞ്ഞുകൊണ്ട് വാസുകി വീണ്ടും ജീപ്പിലേക്ക് പറന്നു വീണു. ചീറ്റയും ചാടിക്കയറി. 1.5 മിനിറ്റ് പോയി. നീ വണ്ടിയെടുക്കടാ. കാളിച്ചരനോട് കൽപ്പിക്കുകയായിരുന്നു അവൾ. മണിക്കുട്ടൻ ചോര പുരണ്ട കൈപ്പത്തി ഉയർത്തി വീശി. വേഗം ചെല്ലടാ. വെടിയേറ്റ് തകർന്ന ടയർ കണക്കാക്കാതെ കാളി ജീപ്പെടുത്തു. ടയർ വിണ്ടുകീറി. വീൽ ഡിസ്ക് തറയിൽ ഉരഞ്ഞ് തീപ്പൊരികൾ ചിതറി. പിന്നിൽ വലതുഭാഗം ചരിഞ്ഞ് ജീപ്പ് 3 ടയറുകളിലോടി. ടൈഫോയ്ഡ് ഗ്രൗണ്ട്. ജനങ്ങൾക്കൊപ്പം കോളാറിൽ നിന്നെത്തിയവരും കൈയടിച്ചു. ചെളിക്കുള്ളിൽ ജിപ്സിയുടെ വീലുകൾ വല്ലാതെ കറങ്ങി. ചെളി ചുറ്റും തെറിച്ചു. വണ്ടിയും അതിലിരുന്നവരും ചെളിയിൽ കുളിച്ചു. പലപ്പോഴും വണ്ടി തെന്നിമാറി. മൺകൂനകൾക്ക് മുകളിലേക്ക് പകുതി കയറിയിട്ട് വീണ്ടും പിന്നോട്ട്. കാളി, വേഗം! അവൻ പിന്നാലെയുണ്ട്. വാസുകി മുഖത്തെ ചെളി വടിച്ചു മാറ്റി. പിന്നിൽ തമിഴിന്റെ ഹൈസ്പീഡ് ജീപ്പ് പാഞ്ഞു വരുന്നു. മൈക്ക് അനൗൺസ്മെന്റും ജനങ്ങളുടെ ആരവവും അവിടെ കൂടിക്കുഴഞ്ഞു. കാളിക്ക് മുന്നിൽ ഇനി 2 മൺകൂനകൾ കൂടി. ഒരെണ്ണം 2 വട്ടത്തെ ശ്രമത്തിനിടയിൽ കയറിയിറങ്ങി. അടുത്തതിലേക്ക് പകുതി കയറിയതും എഞ്ചിൻ ഓഫായി. ജിപ്സി താഴേക്ക് നീങ്ങിപ്പോന്നു. ഛേ! സ്റ്റിയറിംഗ് വീലിൽ ആഞ്ഞടിച്ചുകൊണ്ട് കാളിച്ചരൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. തൊട്ടുപിന്നിലെ മൺകൂനയിൽ എത്തിക്കഴിഞ്ഞു തമിഴിന്റെ ജീപ്പ്. കാളി, തോൽക്കല്ലേടാ! വാസുകി നിലവിളിച്ചു. അതൊന്നും അവൻ കേട്ടില്ല. സകല ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് സ്വിച്ച് കീ തിരിച്ചു. ജീപ്പ് സ്റ്റാർട്ടായി. ഗിയർ വലിച്ചിട്ട് മുഴുവൻ ശക്തിയും കാലിലേക്ക് ആവാഹിച്ച് അവൻ ആക്സിലേറ്റർ അമർത്തി.
3 ടയറിൽ ജിപ്സി മൺകൂനയിലേക്ക് ഇരച്ചു കയറി അപ്പുറത്തേക്ക് പറന്നു. ജനം മിഴിച്ചു നിന്നു. അവർക്കും ക്യാമറയുമായി നിന്ന മീഡിയ പ്രവർത്തകർക്കും അത് അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ചെളി കൊണ്ടുണ്ടാക്കിയ ഒരു ജീപ്പ് പറക്കുന്നത് പോലെ മൺകൂനയ്ക്കപ്പുറം കുഴഞ്ഞു കിടന്നിരുന്ന മണ്ണിലേക്ക് അത് പറന്നു വീണു. മണ്ണും വെള്ളവും ഇരുവശത്തേക്കും തെറിച്ചു. ഫിനിഷിംഗ് പോയിന്റ്. വാസുകിയെ നോക്കി ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ചിട്ട് കാളി ചെളിയിലേക്ക് ചാടി. കോളാറിൽ നിന്നെത്തിയവർ ഓടിയെത്തി. ചെളി വകവയ്ക്കാതെ അവരും അവിടേക്ക് ചാടി കാളിചരണിനെ എടുത്തുയർത്തി. രാത്രി പീരുമേട് താലൂക്ക് ഹോസ്പിറ്റൽ. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. കാളിചരൺ, വാസുകി, മഹിപാൽ യാദവ്, വെള്ളയൻ, പിന്നെ കോളാറിൽ നിന്ന് എത്തിയവരും. മണിക്കുട്ടിന്റെ വയറ്റിൽ ഒരു മൈനർ ഓപ്പറേഷൻ വേണ്ടി വന്നിരുന്നു. അവനിപ്പോൾ വാർഡിലാണ്. ഭയപ്പെടാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. കൈയും കാലും കൂട്ടിക്കെട്ടിയിരുന്നെങ്കിലും കലിംഗറാവു എത്തിയപ്പോൾ ഞാനൊന്ന് പൊളഞ്ഞു. അതുകൊണ്ടാ ചങ്ക് കീറിപ്പോകാത്തത്. അപ്പോഴേക്കും നിന്റെ ജീപ്പ് വരികയും അവരെന്നെ റോഡിലേക്ക് തള്ളുകയും ചെയ്തു. രണ്ടാമത് കുത്താനുള്ള നേരം കിട്ടിയില്ല. അതാ രക്ഷപ്പെട്ടത്. മണിക്കുട്ടൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. പെട്ടെന്ന് കാളിയെ സ്പോൺസർ ചെയ്തവരുടെ മാനേജർ അവിടെ എത്തി. അയാൾ ഒരു പൊതി അവനെ ഏൽപ്പിച്ചു. ക്യാഷായിട്ട് തന്നെ വേണമെന്ന് നീ പറഞ്ഞതുകൊണ്ടാ. 10 ലക്ഷമുണ്ട്. ഞങ്ങളുടെ വക വേറെ തരും പിന്നീട്. അയാൾ സംശയത്തോടെ തുടർന്നു. അന്യസംസ്ഥാനക്കാർ ആരോ അപകടത്തിൽപ്പെടുകയോ വെടിയേറ്റ് മരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അലിമാവോ ബ്രദേഴ്സിന്റെ ആളുകളാണോന്ന പോലീസിന്റെ സംശയം. ഏതായാലും കാളി അധിക നേരം ഇവിടെ തങ്ങേണ്ടെന്ന SI എന്നോട് പറഞ്ഞത്. അയാളിപ്പോൾ കാളിയുടെ ഒരു ഫാനാ. റേസിംഗ് കാണാനുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ SIയോട് പറ ഇവനെ പോലീസിലെടുക്കാൻ. മണിക്കുട്ടൻ ചിരിച്ചു. എല്ലാവരും ചിരിച്ചു. ശരി സാർ, ഞങ്ങൾ പോയിക്കോളാം. കാളി മാനേജറുടെ കൈപിടിച്ചു കുലുക്കി. അടുത്ത റേസിന് കാണാം. അതിന് വിഷുജാല സമ്മതിക്കുമോ? ചീറ്റയെ തടവിക്കൊണ്ട് വാസുകി അവനെ നോക്കി. അവളുടെ സമ്മതം ആർക്കു വേണം? അല്ലേ മഹിപാൽ സാറേ? കല്യാണത്തിനു മുൻപ് എല്ലാവരും എങ്ങനെയൊക്കെ പറയും. വീണ്ടും ചിരി. മാനേജർ യാത്ര പറഞ്ഞു പോയി. വാസുകി. കാളി അവളുടെ തോളിൽ കൈവച്ച് ആ മുഖത്തേക്ക് നോക്കി. ഇനി നിന്റെ പ്ലാൻ എന്താ? അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ശബ്ദം പതറി. ആകാശത്തിലെ പറവുകൾക്ക് എന്ത് പ്ലാൻ? ജീവിക്കാൻ പറ്റുന്നിടത്തേക്ക് പോകും. ദേശാടനം. എങ്കിൽ സന്ദേഹത്തോടെ കാളി ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? പറഞ്ഞു നോക്ക്. പറ്റുന്നതാണെങ്കിൽ ആലോചിക്കാം. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. മഹിപാൽ സാറിൻ്റെ കൂടെ നീ പോകണം, കോളാറിലേക്ക്. ഇദ്ദേഹവും ഇപ്പോൾ നിന്നെപ്പോലൊരു ദേശാടന പക്ഷിയാ. കാളി. മഹിപാൽ യാദവ് എന്തോ പറയാൻ ഭാവിച്ചു. കാളി കൈ ഉയർത്തി. സാർ ഒന്നും പറയണ്ട. കോളാറിൽ സാറ് ചെന്നിറങ്ങുന്നത് ഒരു കുറ്റവാളിയായിട്ടല്ല. അവിടെ സാറിനെതിരെ കേസെടുക്കാൻ സാക്ഷികളോ തെളിവുകളോ ഇല്ല. അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. അവൻ ഇമ്പദോസിനും മറ്റും നേരെ കൈ ചൂണ്ടി. ശരിയാ സാറേ. പറഞ്ഞത് ധനരാജാണ്. തിമ്മക്കയുടെ ബംഗ്ലാവ് തകർത്തതും മകനെ കൊന്നതുമൊന്നും സാറല്ല. അങ്ങനെ ഒറ്റയാൾ പോലും മൊഴി കൊടുത്തിട്ടില്ല. എല്ലാം ചെയ്തത് രുദ്രേഷ് ഗൗഡിയാണെന്ന JCB ഡ്രൈവർമാർ പോലും പറഞ്ഞിരിക്കുന്നത്. ഗൗഡ അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചതാണെന്ന്. ചത്തുപോയ ഗൗഡ മടങ്ങിവന്ന് അങ്ങനെയല്ലെന്ന് പറയില്ലല്ലോ. മഹിപാൽ യാദവ് മിഴിച്ചു നിന്നു. അപ്പോൾ പഴനിവേൽ ബാക്കി പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ സാറിനെപ്പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കോളാറിലെ ജനങ്ങൾക്കാവശ്യം. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. കാളി പിന്നെയും സംസാരിച്ചു. സാറിൻ്റെ പ്രതികാരത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇനിയാരും അവശേഷിച്ചിട്ടില്ലല്ലോ. സാറിന് തലവേദനയായി ആരും വരില്ല. IG അപ്പാജി റാവു പോലും. അല്ല, എല്ലാവരും അങ്ങനെ മൊഴി കൊടുക്കാൻ കാരണം? മഹിപാൽ സന്ദേഹിച്ചു. കാളി പറഞ്ഞതനുസരിച്ച് ജനങ്ങളെ ഞങ്ങൾ നമ്മുടെ കൂടെ നിർത്തി. സാറ് സസ്പെൻഷനിലാണെന്നേയുള്ളൂ, ജോലി പോകത്തില്ല. ഇമ്പദോസ് അറിയിച്ചു. മഹിപാൽ അത്ഭുതപ്പെട്ടു പോയി. താൻ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കാളിയെന്ന് അയാൾ അറിഞ്ഞു. അങ്ങനെയെങ്കിൽ വാസുകി വരുന്നോ എൻ്റെ ഒപ്പം? മഹിപാൽ പരുങ്ങലോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ആരാണെന്ന് സാറിനറിയാമോ? അറിഞ്ഞാൽ സാർ എന്നെ കൂടെ കൊണ്ടുപോകത്തില്ല. അവളൊരു കസേരയിലിരുന്നിട്ട് ചീറ്റയുടെ ശിരസിൽ തടവി. ആരുടെയും മുഖത്തേക്ക് നോക്കിയില്ല. താൻ ആരാ? മഹിപാലിൻ്റെ നാവിൽ നിന്ന് അക്ഷരങ്ങൾ അടർന്നു. കാളി ഉൾപ്പെടെ സകലരും അവളെ നോക്കിക്കൊണ്ട് കാതോർത്തു. ഒരുപാട് കാലമായി ഉത്തരം കിട്ടാതെ കിടന്ന ചോദ്യം. ആരാണ് വാസുകി? ചോദിച്ചപ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറിയിട്ടേയുള്ളൂ. ഹോസ്പിറ്റൽ വാർഡിൽ മണിക്കുട്ടൻ്റെ കിടക്കക്കരിയിൽ പൊടുന്നനെ ഒരു നിശബ്ദത പരന്നു. ഞാനൊരു കൊലയാളിയാണ്. ഇന്ന് ഞാൻ 2 പേരെ കൊന്നു. അവളുടെ ശബ്ദം അടച്ചുപോയി. അതിനും പക്ഷെ തെളിവുകളോ സാക്ഷി പറയാൻ ആരെങ്കിലുമോ ഉണ്ടാവില്ലല്ലോ. കാളി തർക്കിച്ചു. ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ മനസാക്ഷി അത് അംഗീകരിക്കില്ല. കാരണം കൊല്ലപ്പെട്ടത് എൻ്റെ അപ്പയും സഹോദരനുമാണ്.
സകലരും കിടുങ്ങി. അവർക്കിടയിൽ ഒരു ബോംബ് വീണതുപോലെ. വാസുകി! അലർച്ച പോലെയായിരുന്നു കാളിചരണിൻ്റെ ശബ്ദം. വാർഡിൽ ഉണ്ടായിരുന്നവരൊക്കെ തിരിഞ്ഞു നോക്കി. അതെ, മരവിച്ചതുപോലെ അവൾ അറിയിച്ചു. ഞാൻ കലിംഗറാവുവിൻ്റെ മകളാണ്. ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ? കാളി പകുതിയിൽ നിർത്തി. വണ്ടി ഓടിച്ചും പട്ടിയെ സ്നേഹിച്ചും നടന്നതെന്നാവും അല്ലേ? അവളുടെ മുഖത്തൊരു പുച്ഛച്ചിരിയുണ്ടായി. ഞാൻ വഴിപോക്കരെ പോലെ വല്ലപ്പോഴും വീട്ടിലെത്തുന്നവൾ മാത്രമാണ്. അങ്ങനെയായിട്ട് 10 വർഷം കഴിഞ്ഞു. വാസുകി ശ്വാസം വലിച്ചുവിട്ടു. അവളുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളികൾ അടർന്നു. 10 വർഷമായി ഈ ചീറ്റയാണ് എൻ്റെ അച്ഛനും അമ്മയും സഹോദരനും സുഹൃത്തും സംരക്ഷകനുമൊക്കെ. അവൾ ചീറ്റയെ കെട്ടിപ്പിടിച്ചു. അതിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. 2 തുള്ളികൾ അതിൻ്റെ നെറ്റിയിലേക്കും വീണു. ഇനിയെങ്കിലും എല്ലാം ഒന്ന് തുറന്നു പറയടി പാമ്പേ, മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കാതെ. കാളിചരൺ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എൻ്റെ അമ്മയുടെ മരണം 10 വർഷം മുൻപ്. അതിന് ഞാൻ സാക്ഷിയായിരുന്നു. കൊന്നത് എൻ്റെ അച്ഛൻ തന്നെ. അതിൻ്റെ അടുത്തയാഴ്ച അച്ഛൻ ഒരു സ്ത്രീയെയും മകനെയും വീട്ടിൽ കൊണ്ടുവന്നു. നാഗമ്മയും പെടരായിടുവും. പെങ്ങളാണെന്ന് പോലും കരുതാതെ പെടരായിടു എൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ വന്നപ്പോൾ ഞാൻ ആ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി, എൻ്റെ പ്രിയപ്പെട്ട ചീറ്റയുമായിട്ട്. വാസുകി വികാരവിക്ഷോഭത്താൽ ശ്വാസം വലിച്ചുവിട്ടു. അന്നേ ഞാൻ കരുതിയതാ അച്ഛനെയും അവനെയും എൻ്റെ കൈകൊണ്ട് അവസാനിപ്പിക്കണമെന്ന്. അത് തെറ്റോ ശരിയോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ, എന്നെ ജീവനായിരുന്നു അമ്മയ്ക്ക്. ആ അമ്മയെ ഇല്ലാതാക്കിയത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതാണ് ഞാൻ. വാസുകി, ഇന്ന് ആ സന്ദർഭം വന്നപ്പോൾ ഞാനത് ചെയ്തു. തൂക്കുമരത്തിൽ തൂങ്ങിയാടേണ്ടി വന്നാലും എനിക്കതിൽ പശ്ചാത്താപമില്ല. വാസുകി പറഞ്ഞു നിർത്തി. അല്പനേരത്തേക്ക് ആരും മിണ്ടിയില്ല. ആ നിശബ്ദതയിലേക്ക് മഹിപാൽ യാദവിൻ്റെ ശബ്ദം ചിതറിവീണു. എനിക്കിപ്പോഴും നിന്നോട് ദേഷ്യം തോന്നുന്നില്ലല്ലോ വാസുകി. നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുമില്ല. അപ്പോൾ നമ്മൾ അതങ്ങ് തീരുമാനിക്കുന്നു, മണിക്കുട്ടൻ പറഞ്ഞു. പക്ഷേ തൽക്കാലം ആരും കോളാറിലേക്ക് പോകാൻ പാടില്ല. അതെന്താ? കാളി നെറ്റിച്ചുളിച്ചു. ഞങ്ങളെല്ലാവരും വരികയടാ നിന്റെ കൂടെ ചിറ്റാറിന്. അവിടുത്തെ കാറ്റേറ്റ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഒന്ന് ഉഷാറാവണം. പിന്നെ നീയും വിശ്വജാലയുമായുള്ള വിവാഹവും നടത്തണം. ആദ്യ രാത്രി കഴിഞ്ഞ് നിന്നോട് ഞങ്ങൾ ചോദിക്കും ഇനി റേസിങ്ങിന് പങ്കെടുക്കുന്നുണ്ടോന്ന്. അത് കഴിഞ്ഞേയുള്ളൂ മടക്കം. വാസുകിയും പിന്താങ്ങി. കാളി എന്തോ പറയാൻ ഭാവിച്ചു. നീ മിണ്ടരുത്. ഇനിയുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും. കോളാറിൽ നിന്ന് വന്നവർ ഒന്നിച്ചു പറഞ്ഞു. ശരി. കാളിക്ക് സമ്മതിക്കേണ്ടി വന്നു. അവൻ പ്രൈസ് മണിയായി കിട്ടിയ 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം എടുത്ത് വാസുകിക്ക് നീട്ടി. അന്ന് കോളാറിലേക്ക് പോകുമ്പോൾ നീ എനിക്ക് തന്നത് ഞങ്ങളുടെ കടം വീട്ടാൻ. ഉണ്ടാകുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്നും നീ പറഞ്ഞിരുന്നു. കോടീശ്വരപുത്രിയായ എനിക്കെന്തിനാടാ പണം? അത് നിനക്കുള്ള എൻ്റെ വിവാഹ സമ്മാനമായി ഇരിക്കട്ടെ. വാസുകി അത് വാങ്ങിയില്ല. ഇടം കണ്ണിട്ട് അവൾ മണിക്കുട്ടനെ നോക്കി. നിന്റെ കാര്യം പറയട്ടേടാ. അയ്യോ വേണ്ട. കാര്യം മനസ്സിലായില്ലെങ്കിലും എല്ലാവരും ചിരിച്ചു. ചീറ്റ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി. തനിക്കറിയാമെന്ന ഭാവത്തിൽ. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.